ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുന്നു ശബ്ദ സംപ്രേഷണത്തിലേക്ക്. ഒന്നാം പ്രതിയുമായി പി ജയരാജനുള്ള ബന്ധമാണ് CBI പ്രധാനമായി കോടതിയിൽ തെളിവായി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒന്നാം പ്രതിയും പി ജയരാജനുമായിട്ടുള്ള എന്തെങ്കിലും ഒരു ബന്ധം തെളിയിക്കാൻ CBIക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇന്നലെ CBIയുടെ അഭിഭാഷകൻ ഒന്നാം പ്രതിയും പി ജയരാജനുമായിട്ടുള്ള എന്തെങ്കിലും ഒരു ബന്ധം തെളിയിക്കാൻ CBIക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇന്നലെ CBIയുടെ അഭിഭാഷകൻ കോടതിയിൽ നടത്തിയ വാദമുഖങ്ങൾ നമ്മുടെ സമൂഹം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. പി ജയരാജന് ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്ന് സ്ഥാപിക്കാൻ CBI അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത് പി ജയരാജന്റെ ഒരു കുടുംബക്ഷേത്രത്തിൽ വെച്ചാണ് ഗൂഢാലോചന നടന്നത് എന്താണ്. എന്നാൽ ആ പറയുന്ന സ്ഥലത്ത് ജയരാജൻ ഉണ്ടായിരുന്നോ? ജയരാജൻ ഇല്ലതാനും. ഒരു സ്ഥലത്തൊരു വ്യക്തി ഇല്ലാതെ എങ്ങനെയാണ് ഗൂഢാലോചന നടക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് CBIക്ക് ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല. CBI പരിഹാസ്യമായ വാദങ്ങൾ അവതരിപ്പിച്ച് നാണം കെടുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് RSSനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി CBI കെട്ടിച്ചമച്ചൊരു കേസാണ് പി ജയരാജന്റെ പേരിൽ ഉണ്ടാക്കിയിട്ടുള്ള ഈ കേസ്. ഇലക്ഷൻ ഘട്ടത്തിൽ ജയരാജൻ ഇവിടെ പ്രവർത്തന രംഗത്തുണ്ടാകാൻ പാടില്ല. അതാണ് ഉമ്മൻചാണ്ടിയും കുമ്മനം രാജശേഖരനും ഉദ്ദേശം. അതിൻ്റെ ഭാഗമായിട്ട് ഈ രണ്ട് UDF ഗവൺമെൻറ്റും BJP ഗവൺമെൻറ്റും കൂടി ചേർന്ന് ആസൂത്രണം ചെയ്ത ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു സംഭവം തന്നെ ജയരാജന്റെ പേരിൽ ആരോപിക്കപ്പെട്ടിട്ടുള്ളത്. സാധാരണഗതിയിൽ ഒരാളെ ഇതുപോലുള്ള ഉയർന്നൊരു നേതാവിനെ കേസിൽ പ്രതി ചേർക്കുമ്പോൾ തക്കതായ തെളിവ് CBI ഉണ്ടെങ്കിൽ മാത്രമേ ചേർക്കുകയുള്ളൂ എന്നാണ് പലരും കരുതി വന്നിരുന്നത്. എന്നാൽ എങ്ങനെയാണ് ഒരു കേസിൽ CBI ആളുകളെ പ്രതി ചേർക്കുന്നത് എന്നൊരു പ്രത്യക്ഷമായ ഉദാഹരണമാണ് ഇന്ന് കോടതി നടത്തിയിട്ടുള്ള നിരീക്ഷണങ്ങൾ. പി ജയരാജൻ ഈ ജില്ലയിൽ CPMന് ധീരമായി നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു നേതാവാണ്. നിരവധി സാമൂഹ്യ പ്രവർത്തനങ്ങളും രാഷ്ട്രീയ പ്രവർത്തനത്തിനോടൊപ്പം പി ജയരാജൻ ചെയ്തു വരുന്നുണ്ട്. നിരവധി ആളുകൾ BJPയിൽ നിന്ന് രാജിവെച്ച് CPMന്റെ കൂടെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ജില്ലയാണ് കണ്ണൂർ ജില്ല. BJPയുടെ അഖിലേന്ത്യാ കമ്മിറ്റി മെമ്പറായിരുന്ന OK വാസു, ജില്ലാ സെക്രട്ടറി അശോകൻ, സുധീഷ് മിന്നി തുടങ്ങിയ RSS BJP നേതാക്കന്മാർ കൂട്ടത്തോടെ രാജിവെച്ച് CPMുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായത് കണ്ണൂർ ജില്ലയിലാണ്. ഇവിടെ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം RSSന്റെ അടിത്തറ ഇളക്കും BJPയുടെ അടികിളവും എന്ന് മനസ്സിലായപ്പോഴാണ് മോഹൻ ഭാഗവതിൻ്റെ സന്ദർശനവും അമിത്ഷായുടെ ഇടപെടലും ഈ കണ്ണൂർ ജില്ലയിലെ BJPയുടെ ഉരുൾപൊട്ടൽ തടയാൻ അവർ കണ്ടുപിടിച്ചൊരു മാർഗമാണ് ജയരാജനെ കേസിൽ പ്രതി ചേർത്ത് പ്രവർത്തന രംഗത്ത് നിന്ന് മാറ്റുക എന്നുള്ളത്. ജയരാജനെ പ്രതി ചേർത്തപ്പോൾ VM സുധീരൻ്റെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. ഇനിയും ധാരാളം CPM നേതാക്കന്മാർ ഇങ്ങനെ പല കേസിലും പ്രതികളാകാറുണ്ട് എന്ന്.
VM സുധീരൻ ഉൾപ്പെടെ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടുവച്ച ഏറ്റവും വലിയൊരു ബോംബാണ് ഇന്ന് നനഞ്ഞ പണക്കമായിട്ട് മാറിയിരിക്കുന്നത്. അവരുടെ ഏറ്റവും വലിയ പ്രചരണ തുരുപ്പിച്ചിട്ടായിരുന്നു പി ജയരാജൻ പ്രതികർക്കപ്പെട്ടു, അക്രമ രാഷ്ട്രീയം, കൊലപാതക രാഷ്ട്രീയം എന്ന് പ്രചരിപ്പിച്ച് ഈ ഇലക്ഷൻ പ്രചരണ രംഗത്ത് ഒരു പ്രധാനമായ പ്രചരണ ആയുധമാക്കാനായിരുന്നു VM സുധീരൻ പി ജയരാജനെ പ്രതികർത്ത നടപടിയെ സ്വാഗതം ചെയ്ത് രംഗത്ത് വന്നത്. ആ VM സുധീരൻ്റെ ആ കുരുട്ട് ബുദ്ധിക്ക് ഏറ്റൊരു തിരിച്ചടി കൂടിയാണ് ഇന്നത്തെ ഈ കോടതിയുടെ വിധി. ഈ ഇലക്ഷൻ പ്രചരണം ആരംഭിച്ചപ്പോൾ തന്നെ UDFകാരും BJPക്കാരും ഒരേ പ്രചരണമാണ്, മാർക്സിസ്റ്റ് അക്രമം. ആ മാർക്സിസ്റ്റ് അക്രമം എന്ന് പ്രചരിപ്പിക്കുന്നതിനൊരു കേന്ദ്ര ബിന്ദു പി ജയരാജനെ പ്രതികർത്തതാണ്. രണ്ടു കൂട്ടർ നടത്തി വന്ന പ്രചാരവേല, അവരുടെ പ്രചരണത്തിൻ്റെ മുന ഒടിഞ്ഞ ഒരു അവസ്ഥയാണ് ഇന്നത്തെ കോടതി വിധിയോടുകൂടി ഉണ്ടായിരിക്കുന്നത്. കോടിയേരി ബാലകൃഷ്ണൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. പി ജയരാജന് ജാമ്യം അനുവദിച്ച സാഹചര്യത്തിലായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി വാർത്താസമ്മേളനം നടത്തിയത്. തെരഞ്ഞെടുപ്പ് കാലത്ത് ജയരാജനെ ജയിലിലിടാമെന്ന മോഹം തകർന്നിരിക്കുന്നു. വ്യക്തമായ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഇരയായിരുന്നു പി ജയരാജൻ. കോടതി വിധിയോടുകൂടി കാര്യങ്ങൾ കൂടുതൽ ജനമധ്യത്തിലേക്ക് എത്തുകയും തെളിയുകയും ചെയ്യുകയാണെന്നും കോടിയേരി പറഞ്ഞു. കോടിയേരി ബാലകൃഷ്ണൻ സംസാരിക്കുന്നു തത്സമയം. ആംബുലൻസ് വാനിൽ കൊണ്ടുപോയി ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങളില്ലാതെ, ആ വാഹനത്തിന് തന്നെ ആവശ്യമായ സംവിധാനങ്ങളില്ലാതെ വഴിക്ക് വെച്ച് ആക്സിഡന്റിൽ കൊണ്ടു. അന്ന് ജയരാജന് എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഉത്തരവാദിത്വം വഹിക്കുമായിരുന്നു. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിച്ച് ജയരാജനെ നേരത്തെ കൊലപ്പെടുത്താൻ ഉണ്ടായ പദ്ധതി പൊളിഞ്ഞു പോയപ്പോൾ കസ്റ്റഡിയിൽ കിട്ടിയ ജയരാജനെ ഈ 1.5 മാസക്കാലമായി കൊല്ലാക്കൊല ചെയ്യുകയാണ് CBI ചെയ്തത്. അവർ നടത്തിയ ആ ശ്രമങ്ങളെല്ലാം അതിജീവിച്ച് ജയരാജൻ ആത്മവിശ്വാസത്തോടുകൂടി ജാമ്യത്തിൽ പുറത്തിറങ്ങാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതിനെ സഹായകമായ വിധത്തിൽ കോടതിയിൽ ആവശ്യമായ വാദങ്ങൾ ഉന്നയിച്ച പ്രതിഭാഗം അഭിഭാഷകനും മറ്റുള്ളവരും കാണിച്ചിട്ടുള്ള ഇടപെടൽ പ്രത്യേകമായി പ്രശംസാർഹമാണ്. കോടിയേരി വാർത്താ സമ്മേളനം നടത്തുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു മുൻപുള്ള മന്ത്രിസഭാ യോഗങ്ങളിൽ സർക്കാരിന്റെ കടുംവെട്ട്. 4 മന്ത്രിസഭാ യോഗങ്ങളിൽ നിന്നായി ഭൂമാഫിയയ്ക്ക് വേണ്ടി എടുത്തത് 182 തീരുമാനങ്ങൾ. ഓരോന്നിനും അനുമതി നൽകിയത് 2 മിനിറ്റ് പോലും ചർച്ച നടത്താതെ. പുറത്തു വരുന്നത് വൻ തീവട്ടിക്കൊള്ളയുടെ കഥകൾ. വിശദാംശങ്ങൾ MR സജീഷ് നൽകും. സജീഷ്, ഔട്ട് ഓഫ് അജണ്ടയായിട്ടൊക്കെ ഉൾപ്പെടുത്തി പല കാര്യങ്ങളും സാധിച്ചെടുക്കുകയായിരുന്നു. 182ഓളം ഉത്തരവുകൾ 4 മന്ത്രിസഭാ യോഗത്തിൽ. ഒരുപക്ഷെ ആശ്ചര്യപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. വ്യക്തമായും ഡീലിങ്ങിന് വേണ്ടിയായിരുന്നുവോ ഈ മന്ത്രിസഭാ യോഗങ്ങൾ? ഭൂമാഫിയയ്ക്ക് അഴിമതിയുടെ കളമൊരുക്കുന്ന തരത്തിൽ ഉള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ഈ 182 എന്ന നമ്പറിലൂടെ ഒരുപക്ഷെ പുറത്തേക്ക് വരുന്നത്? പ്രജീഷ്, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന് തൊട്ടു മുൻപ് ഫെബ്രുവരി ഒടുവിലത്തെ ആഴ്ചയിൽ 4 മന്ത്രിസഭാ യോഗങ്ങളാണ് ചേർന്നത്. ഈ 4 മന്ത്രിസഭാ യോഗങ്ങളിലായി 400 ഫയലുകളാണ് ഔട്ട് ഓഫ് അജണ്ടയായി വന്നത്. ഇതിൽ ഒട്ടേറെ ഫയലുകൾ ഉദ്യോഗസ്ഥർ എതിർപ്പ് രേഖപ്പെടുത്തി. 220ഓളം കാര്യങ്ങളിൽ തീരുമാനം നടന്നു. ഇതിൽ 182 തീരുമാനങ്ങളും ഭൂമാഫിയയ്ക്ക് ഭൂമി പതിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ 2500ഓളം ഏക്കർ ഭൂമി ഭൂമാഫിയയ്ക്ക് പതിച്ചു കൊടുത്ത് വിവാദങ്ങളുടെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ കുട്ടികളെ ലൈംഗികമായി ഉപയോഗിച്ച കേസിലെ പ്രതി സന്തോഷ് മാധവന് ഭൂമി പതിച്ചു കൊടുത്ത കേസിന്റെ വിവരങ്ങളും പുറത്തു വരുന്നു. സന്തോഷ് മാധവന് ഈ 127 ഏക്കർ ഭൂമി എറണാകുളം, തൃശ്ശൂർ ജില്ലകളിലായി പതിച്ചു കൊടുത്തത് 1600
കോടി രൂപ നിക്ഷേപം വരുന്ന ഒരു പദ്ധതിയുടെ പേരിലാണെന്നാണ് സർക്കാരിന്റെ വിശദീകരണം. എന്നാൽ ഈ പദ്ധതിയുടെ സാധ്യതാ പഠനം പോലും നടത്തിയിട്ടില്ല. അതോടൊപ്പം തന്നെ നെൽവയൽ തണ്ണീർത്തട നിയമം, ഭൂപരിധി നിയമം, ഭൂസംരക്ഷണ നിയമം തുടങ്ങിയ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈ ഭൂമി സന്തോഷ് മാധവന് പതിച്ചു നൽകിയത്. സമാനമായ രീതിയിൽ മറ്റ് ഒട്ടേറെ ഭൂമി പതിച്ചു നൽകിയതിന്റെ വിവരങ്ങൾ ഇപ്പോൾ സജേഷ്, ഇപ്പോൾ ഹരീഷ് വാസുദേവൻ കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. ഞാൻ ഹരീഷിലേക്ക് എത്തും മുമ്പ് MR സജേഷാണ് ഈ വാർത്ത റിപ്പോർട്ട് പുറത്തേക്ക് വിടുന്നത്. ഹരീഷ് ഈ പ്രസക്ത ഭാഗങ്ങൾ ഒന്നുകൂടി മനസ്സിലാക്കുക. സജേഷ്, ഏതൊക്കെ നമ്പർ അനുസരിച്ച്, കാരണം അവിടെ റവന്യൂ വകുപ്പിൻ്റെ മുന്നിലേക്ക് വന്ന എത്ര ഫയലുകൾ ഉണ്ട്, ഒപ്പം ഔട്ട് ഓഫ് അജണ്ട എത്ര എണ്ണമാണ് ഒരു പക്ഷേ മുന്നോട്ട് വെച്ച് ഉത്തരവാക്കിയത്, ഇങ്ങനെ മൊത്തത്തിൽ നമ്പർ സഹിതം ഒരു പക്ഷേ നമുക്ക് വിലയിരുത്തിയാൽ. പ്രജീഷ്, ഇക്കാര്യത്തിൽ റവന്യൂ വകുപ്പിന്റെ തീരുമാനങ്ങൾ പുറത്തോട്ട് പോകരുതെന്ന കർശന നിർദ്ദേശമാണ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ 182 തീരുമാനങ്ങളുടെ മുഴുവൻ വിശദാംശങ്ങളും നമുക്ക് ശേഖരിക്കാനായിട്ടില്ല. ഇപ്പോൾ നിലവിൽ പുറത്തു വന്ന വിവരങ്ങളും ഇന്ന് നമ്മൾ പുറത്തു വിടുന്ന കാസർഗോഡ് ഭൂമി പതിച്ചു നൽകിയതും ഉൾപ്പെടെ ഏതാണ്ട് 2500ഓളം ഏക്കർ ഭൂമി പതിച്ചു നൽകിയതിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോൾ തന്നെ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അത് ഈ ഫെബ്രുവരി ഒടുവിലത്തെ ആഴ്ചയിലെ ഒരാഴ്ച തന്നെ 4 മന്ത്രിസഭായോഗങ്ങൾ ചേർന്നു. ഈ 4 മന്ത്രിസഭായോഗങ്ങളിലായാണ് 182ഓളം തീരുമാനങ്ങൾ റവന്യൂ വകുപ്പിന്റെ ഭാഗത്തു നിന്നും മാത്രം വന്നിട്ടുള്ളത്. അതിലധികവും അനധികൃതമായി ഭൂമി പതിച്ചു നൽകുന്നതിനുള്ള തീരുമാനമാണ്. മിക്കവാറും തീരുമാനങ്ങളെല്ലാം ഭൂപരിധി നിയമത്തിൽ ഇളവ് നൽകിക്കൊണ്ടുള്ളതാണ്. എന്നാൽ അങ്ങനെ വന്നിട്ടുള്ള അധികം കേസുകളിലും അത് നെൽവയലുകളാണ്. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തെ പരിഗണിക്കാതെ തന്നെ ഭൂപരിധി നിയമത്തിൽ ഇളവ് കൊടുത്തുകൊണ്ട് പദ്ധതിക്ക് അനുമതി നൽകുക എന്ന തന്ത്രമാണ് മിക്ക കാര്യങ്ങളിലും സ്വീകരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന സന്തോഷ് മാധവന്റെ ഭൂമി തട്ടിപ്പിലാണെങ്കിൽ ഇത് സന്തോഷ് മാധവന്റെ ബിനാമി ഇടപാടാണെന്ന പോലീസ് റിപ്പോർട്ട് പോലും ഉണ്ട്. അതിന് കൂട്ടുനിൽക്കുന്നത് ക്രിമിനൽ കേസിൽ പെടുന്നതിന് തുല്യമാണ്. അത് പതിച്ചു നൽകുന്നതിന് അത്തരം വിശദാംശങ്ങൾ ഒന്നും പരിഗണിക്കാതെ മന്ത്രിസഭ തീരുമാനമെടുക്കുകയായിരുന്നു. ഈ 4 മന്ത്രിസഭാ യോഗങ്ങളുടെ സമയം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇതിൽ ഒരു ഫയലിന് 2.5-3 മിനിറ്റ് പോലും ചർച്ച നടന്നിട്ടില്ല. അത്ര പോലും ചർച്ച ചെയ്യാതെയാണ് കേരളത്തിന്റെ സുപ്രധാനമായ പരിസ്ഥിതി നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഇത്തരത്തിൽ ഭൂമാഫിയയ്ക്ക് വേണ്ടി വഴിവിട്ട നീക്കം നടത്തിയിട്ടുള്ളത്. കേട്ടുവല്ലോ ഹരീഷ് ഒരുപക്ഷെ ഞെട്ടൽ ഉണ്ടാക്കുന്ന പല കാര്യങ്ങളുമാണ് ഉണ്ടാകുന്നതെന്ന് ഓരോ നിമിഷവും ഉണ്ടാകുന്ന പറഞ്ഞു പുറത്തേക്ക് വരുന്നതടക്കം. ഇന്നിപ്പോൾ ഏകദേശം 220 ഉത്തരവുകൾ ആണ് ഔട്ട് ഓഫ് അജണ്ടയായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. മാത്രമല്ല ഒരു സാധ്യതാ പഠനം പോലും നടത്താതെ ജില്ലാതല സമിതികൾ മുന്നോട്ട് വെച്ച റിപ്പോർട്ട്, ആ റിപ്പോർട്ടിനെ ഒക്കെ തന്നെയും തള്ളിക്കൊണ്ട് ഔട്ട് ഓഫ് അജണ്ടയായി ഉൾപ്പെടുത്തി തീരുമാനം എടുത്തിരിക്കുന്നു. ഏതു തരത്തിൽ തീർത്ഥം നടന്നത് തീവെട്ടിക്കൊള്ള തന്നെയാണോ ഹരീഷ്? സംശയമില്ല. ഇന്നലെ ഞാൻ ഞെട്ടി അതിന്റെ നൂതന നമ്മുടെ ഞെട്ടലില്ലാതായി എന്ന് പറഞ്ഞെങ്കിലും ഞാൻ ഇന്ന് സത്യത്തിൽ ഞെട്ടി. കാരണം 2500 ഏക്കർ കേരളത്തിൽ ആർക്കൊക്കെയോ പതിച്ചു കൊടുത്തിരിക്കുന്നു എന്നാണ് നിങ്ങളുടെ റിപ്പോർട്ടർ ഇപ്പോ തെളിവുകളും വിശദാംശങ്ങളും സഹിതം റിപ്പോർട്ട് ചെയ്യുന്നത്. 2500 ഏക്കർ കേരളത്തിലെ വില നിലവാരം വെച്ചൊന്ന് നോക്കൂ. നിങ്ങൾ ഏറ്റവും വില കുറഞ്ഞ് കേരളത്തിലെ ഭൂമി കിട്ടുന്ന അട്ടപ്പാടിയിൽ പോയി വില പറഞ്ഞാൽ പോലും ഇപ്പോ സെന്റിന് 5000 രൂപ മുതൽ 10000 രൂപ വരെ വിലയുള്ള ഒരു റിയൽ എസ്റ്റേറ്റ് സംസ്ഥാനമാണ് കേരളം. അവിടെ 2500 ഏക്കർ പതിച്ചു കൊടുത്ത ഉത്തരവുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ മൂല്യം എത്രയാണെന്ന് നമുക്ക് ആലോചിച്ചാൽ അറിയാം. അത് ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു 1 ലക്ഷം കോടി രൂപ വരെയുള്ള, കാരണം പ്രധാനപ്പെട്ട കണ്ണായ പ്രദേശങ്ങൾ ഇത് 50 ലക്ഷം മുതൽ അങ്ങോട്ട് മുകളിലോട്ട് പോകും. നമുക്ക് മെട്രോയുടെയൊക്കെ വില അറിയാം. അപ്പൊ എവിടെയൊക്കെയാണ് പതിച്ചു കൊടുത്തതെന്ന് വിശദാംശം നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ നടന്ന ഒരുപക്ഷെ 2000-3000 കോടി രൂപയുടെ ഇടപാടാണ് നടന്നിരിക്കുന്നത്. ഇത്രയും കോടി രൂപയുടെ ഇടപാട് ഒരാഴ്ച ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേക മന്ത്രിസഭായോഗം കൂടുക. തിരുവനന്തപുരത്ത് തമ്പടിച്ച് മന്ത്രിമാർ സംഘടിതമായി ചേർത്തുകൊണ്ട് ഒരാഴ്ച 4 മന്ത്രിസഭായോഗം കൂടി എന്ത് വേഗത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഇത് തീവെട്ടിക്കൊള്ളയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിപ്പോ ഞാനല്ല, KPCC പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. എന്റെ വാദം ഈ സർക്കാരിന്റെ ക്രിമിനൽ നെഗ്ലിജൻസ് എന്നതിൽ നിന്ന് മാറി ഒരു ക്രിമിനൽ ഗൂഢാലോചനയിലേക്ക് ഈ സംഗതി മാറിയിരിക്കുന്നു. അതായത് ഇന്നലെ വരെ ഉണ്ടായിരുന്ന വാദം ഞങ്ങൾ അറിയാതെ നോക്കാതെ 100 കണക്കിന് ഫയൽ വന്നു, അത് പരിശോധിക്കാതെ കൊടുത്തു, അബദ്ധം പറ്റി തിരുത്തുമെന്നാണ്. ഇന്ന് അങ്ങനെയല്ല. 2500 ഏക്കർ പതിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ, നിയമം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ, അതിനുവേണ്ടി സംഘടിതമായി ഗൂഢാലോചന നടത്തി 4 തവണ യോഗം കൂടിയിട്ടുണ്ടെങ്കിൽ അത് സംഘടിതമായ ഗൂഢാലോചനയാണ്. അത് ക്രിമിനൽ കോൺസ്പിറസി 120B അനുസരിച്ച് പണിഷബിൾ ഒഫൻസ് ആണ്. ഈ രേഖകൾ പുറത്തു വന്നാൽ ഞാൻ ഉറപ്പു പറയുന്നു, ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത വിധം നടന്നിട്ടുള്ള ഒരു ഭൂമി കൊള്ളയാണ് കേരളത്തിൽ നടന്നത്. ഇത് എനിക്ക് തോന്നുന്നത് ഹൈക്കോടതിയിൽ പോലും പോകേണ്ട ഒരു കേസല്ല. ഇത് നേരിട്ട് സുപ്രീം കോടതിയിൽ
ഈ പറ്റുമെങ്കിൽ ഈ ഇലക്ഷന് മുമ്പ് തന്നെ, കാരണം ഹൈക്കോടതി അടയ്ക്കാൻ പോവാണ്. ഇതിന്റെ മുഴുവൻ വിശദാംശങ്ങൾ എടുത്തുകൊണ്ട് ഒരു CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഇക്കാര്യത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കാൻ പറ്റുമോ എന്ന നിയമപരമായ എങ്ങനെയാണ് ഹരീഷ് ചുരുളുകൾ അഴിയേണ്ടത്? കാരണം MR സജയ് സൂചിപ്പിച്ചതുപോലെ ഫയലുകളുടെ വിശദാംശങ്ങൾ പോലും ആർക്കും ആകാത്ത തരത്തിൽ ഭദ്രമായി പൂട്ടുകയാണ്. ഇത്തരത്തിൽ വരുന്നതൊക്കെ തന്നെ ചെറു അംശങ്ങൾ മാത്രമാണ്. പുറത്തേക്ക് വരുന്ന ചെറു അംശങ്ങൾ പോലും ഞെട്ടിക്കുന്നുണ്ടെങ്കിൽ സമഗ്രമായ ഒരു അന്വേഷണം നടക്കണം. അതാണ് നമുക്ക് ആവശ്യം. കാരണം ഈ കഴിഞ്ഞ സർക്കാരിന്റെ അടക്കമുള്ള പല തട്ടിപ്പുകളുടെയും വിശദാംശങ്ങൾ ഹരീഷിന്റെ അടക്കമുള്ളവരുടെ കൈകളിൽ ഉണ്ടെന്നറിയാം. എങ്കിലും ഇങ്ങനെ വരുന്ന തെളിവുകൾ, ചെറുതായി വരുന്ന മാധ്യമങ്ങളിലേക്ക് വരുന്ന തെളിവുകളടക്കം ഇത്രത്തോളം ഞെട്ടലുണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇവർ മറച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളടക്കം ഒരു സ്ഫോടനാത്മകമായ കാര്യങ്ങളല്ലേ സുപ്രീം കോടതിയിലടക്കം സമീപിക്കേണ്ട കാര്യം? ഇന്ത്യ അടക്കം ഒരുപക്ഷെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ പോലും നടക്കാത്ത തരത്തിലുള്ള കൊടിയ അഴിമതി, തീവട്ടിക്കൊള്ള അതായിരിക്കുമോ? ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. എന്റെ ഉദാഹരണം ഞാൻ പറയാം. എനിക്കുണ്ടായ അനുഭവം ഞാൻ പറയാം. DLFന്റെ കേസിൽ കേരള ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഇടപെട്ട് അത് പൊളിക്കാൻ പറഞ്ഞു. തീരദേശ പരിപാലന അതോറിറ്റിയിൽ നിന്ന് ഫയൽ വരുത്തിക്കാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടോ, ഫയൽ കാണാനില്ല. ബന്ധപ്പെട്ട തീരദേശ പരിപാലന അതോറിറ്റിയുടെ ചെയർമാൻ ഫയൽ മുക്കിയിരിക്കുന്നു. അദ്ദേഹം അതുമായി വീട്ടിൽ പോയിരിക്കുന്നു. ഫയൽ കാണാനില്ല എന്നാണ് പറയുന്നത്. അതുപോലെ നിരവധി ഫയലുകൾ. ഞാൻ ഈ ഏറ്റവും അടുത്ത ഇറങ്ങിയ കായലുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയ ഉത്തരവ്, മെത്രാൻ കായലിന്റെ ഉത്തരവ് പുറത്തിറക്കിയ ജില്ലാ കളക്ടറുടെ ഫയൽ അന്വേഷിച്ച് കോട്ടയം കളക്ടറേറ്റിൽ വിവരാവകാശം കൊടുത്ത് പറഞ്ഞത് കളക്ടർ ഫയൽ വീട്ടിൽ കൊണ്ടുപോയിരിക്കുന്നു എന്നാണ്. അപ്പൊ ഇത്തരത്തിൽ ഇവർക്ക് എത്ര കാലം മറച്ചു വെക്കാൻ കഴിയും? ഇവർ എന്താ വിചാരിച്ചിരിക്കുന്നത്? ഈ ഉമ്മൻചാണ്ടിയും കൂട്ടരും വിചാരിച്ചിരിക്കുന്നത് ഒരു സുപ്രഭാതം ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോൾ ഇതെല്ലാ കാര്യങ്ങൾ ശരിയാക്കാൻ കഴിയുമെന്നാണോ? അങ്ങനെയല്ല. ഇത് കേരളമാണെന്നുള്ള കാര്യം ഉമ്മൻചാണ്ടിയെ ഓർമ്മിപ്പിക്കാനുള്ള ഒരു കാലഘട്ടമാണ് ഇനി വരുന്നത്. ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഇവരുടെ ലോകം അവസാനിക്കില്ല. ഇനി തെരഞ്ഞെടുപ്പ് അധികാരത്തിൽ ഇവർക്ക് സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ആളുകൾ അധികാരത്തിൽ വന്നാൽ പോലും ഈ രേഖകൾ എന്നേക്കുമായി സർക്കാരിൽ നിന്ന് അവസാനിപ്പിക്കാൻ ഈ രാജ്യത്തൊരു നീതിന്യായ കോടതിയും സംവിധാനവുമുണ്ട്. ഈ രാജ്യത്ത് ജനങ്ങളുണ്ട്. ഇവരോടെല്ലാം സമാധാനം പറയേണ്ടത്. അതിലുപരിയായിട്ട് ഞാൻ പറയുന്നത് ഈ രാജ്യത്തൊരു ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം നിലവിലുണ്ട്. ഈ രേഖകൾ മുഴുവൻ കോടതി വിളിച്ചു വരുത്തുകയും ഇതിനെല്ലാം കോടതിയിൽ സമാധാനം പറയേണ്ടി വരും. ഈ കൊള്ള നടക്കുന്നത് കേരളത്തിൽ ബാറുകൾ പൂട്ടിയ സാഹചര്യത്തിൽ വേറെ കാശ് കിട്ടാനില്ലാത്തത് കൊണ്ട് ഭൂമി വിറ്റ് കാശ് വാങ്ങിക്കുക. ആ ഭൂമി വിൽപ്പന ഏത് ലെവൽ വരെ താഴാമെന്നതിന്റെ ഉദാഹരണമാണ് സന്തോഷ് മാധവൻ. സന്തോഷ് മാധവനെ പോലെയുള്ള കൊടും ക്രിമിനലുകൾക്ക് ഭൂമി വിറ്റ് കാശ് വാങ്ങിക്കുക എന്ന നിലവാരത്തിലേക്ക്, അതും സ്വന്തം മണ്ഡലത്തിൽ താൻ അറിയാതെയാണ് ഈ സംഗതികൾ നടക്കുന്നതെന്ന് ശ്രീ VD സതീശൻ പോലും പറഞ്ഞ സാഹചര്യം നമ്മൾ പരിശോധിക്കണം. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള ഇന്ത്യയിലെ ഭൂമി കയ്യേറ്റം, ഞാൻ 2500 ഏക്കർ ഭൂമി 1500 ഏക്കർ ഭൂമി പതിച്ചു കൊടുത്ത ആന്ധ്രാപ്രദേശ് ഗവൺമെന്റിന്റെ കേസ് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ചലഞ്ച് ചെയ്ത കേസിൽ ഞാനും കക്ഷിയാണ്. അതിലും വലിയ തട്ടിപ്പാണ്. അതാണ് ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഭൂമി തട്ടിപ്പ് ഈ അടുത്ത കാലത്ത് നടന്നു. അതിലും വലിയ തട്ടിപ്പാണ് 2500 ഏക്കർ ഭൂമി പതിച്ചു കൊടുത്തിട്ടുള്ളത്. കാരണം ആന്ധ്രാപ്രദേശിൽ 2000 രൂപ പോലും സെന്റിന് വിലയില്ലാത്ത സ്ഥലമാണെങ്കിൽ ഇവിടെ മിനിമം 5000 രൂപ വിലയുള്ള സ്ഥലമാണ് കൊടുത്തിരിക്കുന്നത്. ഇത് കോടിക്കണക്കിന് രൂപ വില വരുന്ന സ്ഥലമാണ്. ഇക്കാര്യത്തിൽ AK ആന്റണിയെ പോലെ കഴിഞ്ഞ UDF സർക്കാരിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ച് നമ്മുടെ അടുത്ത് വന്ന AK ആന്റണി, അദ്ദേഹം ആദർശ പുണ്യവാളനാണെന്നാണ് അദ്ദേഹത്തിന്റെ പാർട്ടി അഭിപ്രായപ്പെടുന്നത്. ഈ AK ആന്റണി ഇതുവരെ ഈ കാര്യത്തിൽ മിണ്ടിയോ? ഒരക്ഷരം പറഞ്ഞു? നിങ്ങൾ കേട്ടോ? 2 ആഴ്ചയായിട്ട് ഈ പറയുന്ന റവന്യൂ മന്ത്രിയും ഉമ്മൻചാണ്ടിയും മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ്. ആന്റണിയെ പോലെ കേരളം ബഹുമാനിക്കുന്ന ഒരു പഴയ മുഖ്യമന്ത്രി ആദർശ പുണ്യവാളെന്ന് അവകാശപ്പെടുന്നത് ഇന്ന് മിണ്ടിയിട്ടില്ല. എന്താ ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തത്? ഇത് പറയുന്നത് സാധാരണക്കാർക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാവും. ഇത് ഹൈക്കമാൻഡ് ഉൾപ്പെടെയുള്ള ആളുകൾ അറിഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു സാമ്പത്തിക തട്ടിപ്പാണ്. അല്ലെങ്കിൽ ഈ കാര്യത്തിൽ ഹൈക്കമാൻഡിന്റെ പോലും പിന്തുണ കിട്ടില്ല എന്ന് ഉറപ്പായപ്പോൾ ഫേസ്ബുക്കിനെ ആശ്രയിക്കേണ്ടി വന്ന ഒരു KPCC പ്രസിഡന്റിന്റെ ദയനീയമായ സ്ഥിതി നമ്മൾ കണ്ടു. ഹരീഷ്, ഈ നമ്മൾ സന്തോഷ് മാധവന് ഭൂമി നൽകുമ്പോഴായാലും അല്ലെങ്കിൽ കടമക്കുടിയും മെത്രാൻകായലും ഒക്കെ പരിശോധിക്കുമ്പോഴായിരിക്കും, ഉദാഹരണമായി കഴിഞ്ഞ ദിവസം ഉത്തരവ് തന്നെ നോക്കൂ, അവിടെ ചില നിബന്ധനകൾ ഏറ്റവും ഒടുവിലായി പറഞ്ഞിട്ടുണ്ട്. നിബന്ധനകൾ വ്യവസ്ഥകൾക്ക് ആനുപാതികമായിരിക്കും. മാത്രവുമല്ല IT പാർക്ക് പോലെയുള്ള ജനക്ഷേമകരമായ യുവാക്കൾക്ക് 30,000 വരെ തൊഴിൽ നൽകാവുന്ന ഒരു പദ്ധതി, ഇങ്ങനെ ചില ക്ലോസുകൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഒരു മറ പിടിച്ചുകൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ആ തരത്തിൽ പല ഉത്തരവുകളിലും മറ പിടിച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് ചില ഘടകങ്ങൾ വയ്ക്കുന്നുണ്ട്. ഇതൊക്കെ വ്യക്തമായും ജനശ്രദ്ധ തിരിക്കുക, മറുവശത്ത് വ്യക്തമായ ഡീലിംഗ് നടത്തുക, ഇത് തന്നെയല്ലേ കഴിഞ്ഞ ദിവസത്തെ ഞാൻ ഉദ്ദേശിച്ച നിബന്ധനകൾ പോലും ഭാവിയിൽ, കാരണം ക്ലെയിം ചെയ്യാം പല ആളുകൾക്കും ഒരു പക്ഷേ ചെന്ന് കഴിഞ്ഞാൽ ക്ലെയിം. ഹരീഷിലേക്ക് ഞാൻ മടങ്ങിയെത്താം. ഹരീഷ് ദയവായി ടെലിഫോൺ ലൈനിൽ തുടരുക. ഇപ്പോൾ KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് PS സലീം കൂടി ചേരുന്നുണ്ട്. സലീം, കഴിഞ്ഞ 4 മന്ത്രിസഭാ യോഗത്തിനിടെ ഏകദേശം 220 ഫയലുകളാണ് ഔട്ട് ഓഫ് അജണ്ടയുടെ ഭാഗമായി
ഉത്തരവുകളാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതും ഭൂസംരക്ഷണ നിയമവും ഒക്കെ അട്ടിമറിച്ചുകൊണ്ട് വ്യവസ്ഥാപിതമായ നമുക്ക് ഏറ്റവും സാങ്ക്ടിറ്റിയോടുകൂടി കാണേണ്ട വനഭൂമി ചട്ടങ്ങൾ പോലും ഭേദഗതി ചെയ്തുകൊണ്ട് അഴിമതിക്ക് കളമൊരുക്കിക്കൊണ്ടുള്ള ഉത്തരവുകൾ എങ്ങനെ ന്യായീകരിക്കും നിങ്ങളുടെ സർക്കാർ? അല്ലെ, ഇതിൽ ഈ ചട്ടങ്ങൾ ഭേദഗതി ചെയ്ത് ഉത്തരവുകൾ ഇറക്കി എന്നുള്ള വാദം അത് ഞാൻ പൂർണ്ണമായി അതിനോട് വിയോജിക്കുകയാണ്. ഈ കഴിഞ്ഞ 4 മന്ത്രിസഭകളായി കേരളത്തിൽ നിരവധി ഉത്തരവുകൾ ഉണ്ടായിട്ടുണ്ട്. ആ ഉത്തരവുകളിൽ ചില തീരുമാനങ്ങൾ സ്വാഭാവികമായും വിവാദങ്ങൾ ഉണ്ടാക്കിയ തീരുമാനങ്ങൾ അത് ഗവൺമെന്റ് പുനഃപരിശോധിക്കുകയും ഗവൺമെന്റും പാർട്ടിയും അത് സംബന്ധിച്ച് കൃത്യമായ ഒരു വിശകലനം നടത്തുകയും ചെയ്ത ശേഷങ്ങൾ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ഈ 220 ഉത്തരവുകളും മുഴുവൻ വിവാദങ്ങളാണെന്നും അത് ഈ സംസ്ഥാനത്ത് നിലവിലുള്ള ഏതെങ്കിലും ചട്ടങ്ങൾ ഭേദഗതി ചെയ്താണെന്നുള്ള ഒരു വാദം അത് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. സ്വാഭാവികമായും ഈ ഭൂനികത്തിലുമായി ബന്ധപ്പെട്ടുണ്ടായ 2-3 പ്രശ്നങ്ങളിലാണ് ഈ മുഖ്യമന്ത്രിയും പാർട്ടിയും ഇടപെട്ടത്. പലപ്പോഴും ഭരണപരമായ, അതായത് സലീം, അജണ്ടയിൽ ഉൾപ്പെടുത്താതെയാണ് ഈ 220 ഉത്തരവുകൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. അത് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുകയല്ല, അത് വ്യക്തമായ തെളിവുകളോട് കൂടിയാണ്. ഞാൻ ചട്ടങ്ങൾ ഭേദഗതി ചെയ്തു എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് പറഞ്ഞത്. ഞാൻ വാദത്തിന് വേണ്ടി ശ്രീ സലീം വാദത്തിന് വേണ്ടി അംഗീകരിക്കാം. പക്ഷേ ഇന്നലെ നിങ്ങൾ സന്തോഷ് മാധവൻ കേസ് തന്നെ എടുക്കുക. എന്ത് അധികാരമാണ് സന്തോഷ് മാധവനോ, അല്ലെങ്കിൽ ആ പേര് പോട്ടെ, പേര് നിങ്ങളുടെ വക്താക്കൾ പറയുന്നത് സന്തോഷ് മാധവന്റെ പേര് എവിടെയെങ്കിലും പരാമർശിച്ചിട്ടുണ്ടോ? സന്തോഷ് മാധവൻ എന്ന വ്യക്തിയെ മാറ്റിവെക്കുക. നിങ്ങൾക്ക് എന്ത് അധികാരമാണ് ഈ റവന്യൂ ചട്ടങ്ങൾ ഇത്തരത്തിൽ ഭേദഗതി ചെയ്ത് 90% നെൽവയലെന്ന് അടിത്തറയിട്ടത് കൃഷിക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാവുന്ന ഭൂമി ഇങ്ങനെ എന്ത് അടിസ്ഥാനത്തിലാണ് ഭേദഗതിക്ക്? അതിന് എന്ത് റൈറ്റാണുള്ളത്? ഇതിൽ രസകരമായ ഒരു കാര്യം, അത് ഏത് ഗവൺമെന്റ് അധികാരത്തിലിരിക്കുമ്പോഴാണെങ്കിലും നമ്മുടെ സംസ്ഥാനത്തെ നെൽവയൽ നികത്തുന്നതുമായി ബന്ധപ്പെട്ടതാണെങ്കിലും ഭൂമിയുടെ അതിന്റെ രൂപമാറ്റവുമായി ബന്ധപ്പെട്ടതാണെങ്കിലും ചില ക്ലോസുകൾ ഉണ്ടാവാറുണ്ട്. ചില നമ്മുടെ നാടിന്റെ വ്യവസായ വികസനവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ IT പാർക്കുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ചില അതിന്റെയൊക്കെ മറവിൽ പലപ്പോഴും ഇത്തരം നിവേദനങ്ങളും ഇത്തരം ആവശ്യങ്ങളുമൊക്കെ ഗവൺമെന്റ് വരാറുണ്ട്. അതിൽ ജെനുവിനായിട്ടുള്ള ഉണ്ടായിട്ടുണ്ട്. ഈ IT പാർക്കിന്റെയും തൊഴിൽ നൽകുന്നതുമായി ബന്ധപ്പെട്ടതിന്റെയൊക്കെ മറവിൽ ഗവൺമെന്റിനെ തെറ്റിദ്ധരിപ്പിച്ച് ഉണ്ടാവുന്ന ഉത്തരവുകൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ പലപ്പോഴും ഒരു ഗവൺമെന്റോ അല്ലെങ്കിൽ ക്യാബിനറ്റോ അറിയാതെ വരുന്ന, അത് ക്യാബിനറ്റിൽ വരാതെ ഇത്തരം ജിയോകൾ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ഔട്ട് ഓഫ് അജണ്ടയായിട്ട് ഇത്തരം ആവശ്യങ്ങൾ വന്നിട്ടുണ്ട്. പലപ്പോഴും ഇതൊക്കെ ഉദ്യോഗസ്ഥ തലങ്ങളിൽ വരുന്ന ഈ കാര്യങ്ങളിൽ ശരിയും തെറ്റുമുണ്ടാവാറുണ്ട്. ആ ശരിയായ കാര്യങ്ങൾ അത് മുമ്പോട്ട് പോവുകയും തെറ്റായ കാര്യങ്ങൾ ഏതെങ്കിലും മേഖലയിൽ നിന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഈ ഗവൺമെന്റ് അത് കൃത്യമായി തിരുത്തുകയും ചെയ്തു. മെത്രാൻകാലാണെങ്കിൽ, അതായത് സലീം പറഞ്ഞു വരുന്നത് ഈ വിശ്വാസ് മേത്ത എന്ന് പറയുന്ന റവന്യൂ സെക്രട്ടറിയുടെ മുൻപിലേക്ക് വന്ന ഫയലുകളാണിത്. അങ്ങനെ ആ ഉദ്യോഗസ്ഥനെതിരെ എന്ത് നടപടിയാണ് നിങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്? നിങ്ങൾ കരുതുന്നത് ഇത്തരം ഇതുപോലെ വിവാദ ഉത്തരവുകൾ ഒരു മന്ത്രിസഭയുടെ നയസമീപനത്തിന്റെ പ്രതീകങ്ങളായി UDF ചർച്ച ചെയ്ത, പാർട്ടി ചർച്ച ചെയ്ത, മന്ത്രിസഭ ചർച്ച ഉണ്ടായ ഉത്തരവുകളാണ് നിങ്ങളാരും കരുതുന്നുണ്ടോ? അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, 10-200 ഇപ്പൊ സ്വാഭാവികമായി ഒരു ഗവൺമെന്റിന്റെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന്റെ വിജ്ഞാപനം വരുന്നപ്പോൾ ഒരുപാട് ഇപ്പൊ കുടിവെള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ഈ സർക്കാർ ഒരു തുറന്ന പോരിലേക്ക് പോവുകയാണ്. അത്തരം കാര്യങ്ങൾ, അതുപോലെ നിരവധി ഉത്തരവുകൾ, കാരുണ്യ ഫണ്ടിൽ ജീവിതം നിലനിർത്താൻ വേണ്ടി രോഗികൾക്ക് അടിയന്തരമായി നൽകേണ്ട കാരുണ്യ ഫണ്ട് നൽകാൻ കഴിയുന്നുള്ള ചില നിലവിൽ ഉദ്യോഗസ്ഥന്മാർ സ്വീകരിക്കുന്നുണ്ട്. അത്തരം സങ്കീർണമായ നിരവധി പ്രശ്നങ്ങൾ ഗവൺമെന്റ് നേരിടുമ്പോൾ തന്നെയാണ് ഇത്തരം പ്രശ്നങ്ങൾ. അതിൽ തന്നെ 2 വശങ്ങൾ ഇപ്പോഴുമുണ്ട്. ചില കാര്യങ്ങളിൽ ജെനുവിനായി വരുന്ന ചില ഡിമാൻഡുകളുണ്ട്. അത്തരം ആവശ്യങ്ങൾ കൂടി ചേർത്ത് വരുന്ന ഉത്തരവുകൾക്കിടയിലേക്കുന്ന കൃത്യമായി തിരിച്ചറിയാൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് കഴിയുന്നുണ്ട്, മുഖ്യമന്ത്രിക്ക് കഴിയുന്നുണ്ട്. അതിൽ ഒരു ഈഗോയുടെ ഒരു നേരിയ തരി പോലും ഇല്ലാതെ അത് പുനഃപരിശോധിക്കാനും തിരുത്താനും മനസ്സുള്ള ഒരു ഗവൺമെന്റാണ്
യെസ്, താങ്കളിലേക്ക് ഞാൻ മടങ്ങിയെത്താം. ശ്രീ ഹരീഷ്, ഇതെല്ലാം പി എസ് സലീം പറയുന്നത് പോലെ അല്ല, മറിച്ച് നമ്മൾക്ക് വ്യക്തമാക്കേണ്ട ഒരു കാര്യം, എല്ലാ മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വന്ന കാര്യങ്ങൾ തന്നെയാണ്. ഔട്ട് ഓഫ് അജണ്ട ആണെങ്കിലും ഉൾപ്പെടുത്തി മന്ത്രിസഭയിൽ ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ ഉണ്ടാക്കിയ കാര്യങ്ങളാണ്. ഈ വാദഗതികളെ അംഗീകരിക്കാൻ കഴിയുമോ, മുന്നോട്ട് പറഞ്ഞ കാര്യങ്ങളെ? ഇത് പറയുന്നത് കേട്ടാ തോന്നും മന്ത്രിസഭയ്ക്ക് എന്തും ചെയ്യാനുള്ള അധികാരവും, ക്യാബിനറ്റ് എന്തും ചെയ്യാനുള്ള അധികാരമുണ്ട് എന്ന് എവിടെയും പറയുന്നില്ല. ക്യാബിനറ്റ് എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കേണ്ട ഒരു സ്ഥാപനമാണ്. ആ ഭരണഘടനയ്ക്ക് കീഴിലുള്ള ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളിൽ പറയുന്ന അധികാരങ്ങളല്ലാതെ മറ്റ് അധികാരങ്ങളൊന്നും സ്റ്റേറ്റ് എന്ന് പറയുന്നതിനെ റെപ്രസെന്റ് ചെയ്യുന്ന, ഗവർണറെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് ക്യാബിനറ്റ് പ്രവർത്തിക്കുന്നത്. ഞാൻ വേണമെങ്കിൽ ഭരണഘടന ഒരു ക്ലാസ് എടുക്കുക. അതുകൊണ്ടാണ് സലീം ഇത്രയും പറഞ്ഞു ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതുകൊണ്ട് പറഞ്ഞ ക്യാബിനറ്റിനുള്ള അധികാരങ്ങൾ നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ടാണ്. ഞാനതാണ് ആവർത്തിച്ച് കഴിഞ്ഞ ദിവസം ചർച്ചകളിൽ പറയുന്നത്. കേരളത്തിൽ എവിടെയെങ്കിലും ഒരു അല്പം നെൽവയൽ, ഒരു 10-25 സെന്റ് നെൽവയൽ എനിക്ക് എഴുതി തരണമെന്ന് ഉമ്മൻചാണ്ടിയോ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ അംഗങ്ങളോ എല്ലാവരും കൂടി വിചാരിച്ചാലും നടക്കില്ല. കാരണം അതിനൊരു നിയമം ഈ രാജ്യത്തുണ്ട്. ആ നിയമം നിയമസഭ പാസ്സാക്കിയതാണ്. അപ്പൊ നിയമസഭ പാസ്സാക്കിയ നിയമത്തിൽ മന്ത്രിസഭയ്ക്ക് കൊടുത്തിരിക്കുന്ന അധികാരം വളരെ പരിമിതമാണ്. ലോക്കൽ ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റി അപ്രൂവ് ചെയ്യാതെ ഒരു ഫയല് ക്യാബിനറ്റ് കാണാൻ ഈ നിയമം അനുശാസിക്കുന്നില്ല. അതുപോലെ തന്നെയാണ് ലാൻഡ് റിഫോംസ് ആക്ട്, ഭൂപരിഷ്കരണ നിയമം. കേരളം ഉണ്ടാക്കിയ ഒരു നിയമമാണ്. കേരളത്തെ ഇന്ന് കാണുന്ന അവസ്ഥയിൽ എത്തിച്ച എല്ലാവർക്കും ഭൂമി കൊടുത്തിട്ടുള്ള ഒരു നിയമമാണ്. ആ നിയമത്തിൽ ഭരണഘടനാ പ്രകാരം, നിയമപ്രകാരം സർക്കാരിന് ക്യാബിനറ്റിന് അധികാരം കൊടുത്തിട്ടുണ്ട്. ആ അധികാരം ജില്ലാതല സമിതികൾ ഇതൊരു ജെനുവിൻ പ്രോജക്റ്റ് ആണ് എന്ന് ശുപാർശ ചെയ്താൽ ആ ശുപാർശ ലാൻഡ് റവന്യൂ കമ്മീഷണർ, ലാൻഡ് റവന്യൂ സെക്രട്ടറി വഴി മുമ്പിൽ വെച്ചാൽ റൂൾസ് ഓഫ് ബിസിനസ് അനുസരിച്ച് ക്യാബിനറ്റ് പ്രയർ നോട്ടീസ് കൊടുത്ത് മാത്രമേ ഈ അപ്രൂവൽ സ്വീകരിക്കാൻ കഴിയൂ. ക്യാബിനറ്റിന് ഇല്ലാത്ത അധികാരം ഉപയോഗിച്ച് ഔട്ട് ഓഫ് അജണ്ടയിൽ ഫയല് വിളിച്ചു വരുത്തി ഒപ്പിട്ട് സർക്കാർ ഉത്തരവിറക്കിയത് അധികാര ദുർവിനിയോഗമാണ്. യെസ്, വ്യക്തമാണ് ഹരീഷ് വാസുദേവ്. ഒപ്പം തന്നെ അഡ്വക്കേറ്റ് പി എസ് സലീം വളരെ വ്യക്തമായ കാര്യങ്ങൾ തന്നെയാണ്. വ്യക്തമായും കഴിഞ്ഞ യോഗങ്ങളിൽ മന്ത്രിസഭയെ ഉപയോഗിച്ചുകൊണ്ട് കടുംവെട്ട് നടത്തുകയായിരുന്നു സർക്കാർ എന്ന് തെളിവാവുകയാണ് പുറത്തു വരുന്ന രേഖകളിലൂടെ. സച്ചിനേക്കാൾ കേമൻ വിരാട് കോഹ്ലി എന്ന് മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ കപിൽ ദേവിൻ്റെ അഭിപ്രായ പ്രകടനം. ഒരു പത്രമാധ്യമത്തിൽ എഴുതിയ പങ്ക്തിയിലൂടെയാണ് കപിൽ ദേവിൻ്റെ വിലയിരുത്തൽ. സാങ്കേതിക മികവിലും പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിലും ഇന്ന് ലോകത്തിലുള്ള ഏറ്റവും മികച്ച താരം കോഹ്ലിയാണെന്നും കപിൽ ദേവ് പറഞ്ഞു. വിശദാംശങ്ങളുമായി ആനന്ദ് ചേരുന്നു. ആനന്ദ്, വളരെ വിശകലനം ചെയ്യുമ്പോൾ സ്വാഭാവികമായും ആശ്ചര്യം തോന്നുന്ന ഒരു പ്രകടനം എന്നൊക്കെ ഒരുപക്ഷെ അഭിപ്രായ പ്രകടനം എന്ന രീതിയിലൊക്കെ വിലയിരുത്തപ്പെട്ടേക്കാം. എന്താണ് ഈ പറയാനുണ്ടായ സാഹചര്യം? കപിൽ ദേവ്, കപിൽ ദേവിനെ പോലെയുള്ള മുതിർന്ന ഒരു ക്രിക്കറ്ററാണ് അദ്ദേഹം കാര്യങ്ങൾ എങ്ങനെ വിലയിരുത്തി? പ്രജീഷ് കൈപ്പള്ളി, ഇവിടെ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി 2020 വേൾഡ് കപ്പിൻ്റെ ആരംഭം തൊട്ട് സ്പോർട്സ് മാധ്യമങ്ങളും മറ്റ് ഇൻ്റർനാഷണൽ മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്തു വരുന്ന ഒരു കാര്യമാണ് ഇത്. സച്ചിനാണോ കോഹ്ലിയാണോ മികച്ചവൻ എന്നൊരു കമ്പാരിസൺ വളരെ സജീവമായി നടക്കുന്നൊരു സമയമായിരുന്നു ഇത്. അപ്പോഴാണ് ഒരു മലയാള മാധ്യമത്തിന് അനുവദിച്ച ഒരു പങ്ക്തിയിലൂടെ കപിൽ ദേവ് ഇക്കാര്യം പറയുന്നത്. സച്ചിനേക്കാൾ മികച്ചവൻ ഇപ്പോൾ കോഹ്ലി തന്നെയാണെന്ന് പറയുന്നു. സാങ്കേതിക തികവിലും പ്രകടനത്തിലും എല്ലാം തന്നെ സച്ചിനേക്കാൾ വളരെ മുമ്പിലാണ് കോഹ്ലി എന്നാണ് കപിൽ ദേവിൻ്റെ ഈ ഒരു വിലയിരുത്തൽ. പാകിസ്ഥാനെതിരായ അവസാന പ്രകടനം, ഇക്കഴിഞ്ഞ പ്രകടനത്തിനെ മുൻനിർത്തിയാണ് കപിൽ ദേവ് ഇക്കാര്യം അറിയിക്കുന്നത്. കാരണം കപിൽ ദേവ് പറയുന്നത് കോഹ്ലി നേരിടുന്നത് ബൗളർമാരെ നേരിടുന്നത് കണ്ടാൽ അദ്ദേഹത്തെ പിന്നീട് അദ്ദേഹത്തിൻ്റെ കളിയിൽ നിന്നും കണ്ണെടുക്കാൻ കഴിയില്ല എന്നുള്ള ഒരു വലിയ ഒരു പ്രശംസയാണ് നൽകുന്നത്. ഒപ്പം തന്നെ പറയുന്നത് വലിയ കാലഘട്ടം കഴിയുന്നതിന് മുമ്പ് തന്നെ അസാന്നിധ്യം എന്ന് പറയുന്ന ഒരു വാക്കിന് അന്വർത്ഥമാവുന്ന ഒരു പ്രകടനം, കോഹ്ലി ഇല്ലെങ്കിൽ അതൊരു വലിയ വിടവായി മാറുന്ന ഒരു കാലഘട്ടം അത് വലിയ ദൂരത്തിലല്ല എന്ന് പറയുന്നു. ഇപ്പോൾ കളിക്കുന്ന കളിക്കാരിൽ ഏറ്റവും മികച്ചവൻ കോഹ്ലിയാണ്. എന്നാൽ ഇപ്പോൾ അദ്ദേഹം എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. വിവിൻ റിച്ചാർഡ്, റിക്കി പോണ്ടിങ്, സച്ചിൻ ടെണ്ടുൽക്കർ, ബ്രെയിൻ ലാറ തുടങ്ങിയ താരങ്ങളെ വെച്ച് നോക്കിയാൽ വരും കാലഘട്ടത്തിൽ ഇവരെക്കാളെല്ലാം മികച്ചവനായി വിലയിരുത്തപ്പെടും എന്ന് തന്നെ പറയുന്നു. ഒപ്പം തന്നെ അദ്ദേഹം എടുത്തു പറയുന്നത് സച്ചിനെയും കോഹ്ലിയും തമ്മിൽ വളരെയധികം ആഴത്തിൽ തന്നെ വിശകലനം ചെയ്ത് ഇരുവരെയും തമ്മിൽ താരതമ്യം ചെയ്തു. അവിടെ ആനന്ദ് ഒരു താരതമ്യ പഠനത്തിന് വിധേയമാക്കുമ്പോൾ കപിൽ ദേവിനെ പോലെയുള്ള ഒരു ക്രിക്കറ്റർ എന്തായാലും കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഒരു അഭിപ്രായ പഠനത്തിൽ പോകില്ല. ഈ സച്ചിനും ഒപ്പം
വിരാട് കോഹ്ലിയും രണ്ടുപേരും കളിയോട് അല്ലെങ്കിൽ അനിവാര്യമായ ഘട്ടങ്ങളിൽ ഒരു മാച്ചിൽ അവരുടെ സ്ഥിരതയടക്കം എടുത്ത് പരിശോധിക്കുന്നുണ്ടോ? മാത്രവുമല്ല, ഈ കളിച്ച കളികളുടെ എണ്ണം രണ്ടുപേരുടെയും ഈ എണ്ണമടക്കം ഏതൊക്കെ മാച്ചിൽ കളിച്ചു അവിടെയൊക്കെ തന്നെയുള്ള പ്രകടനങ്ങൾ സംബന്ധിച്ച് ഒരേ തുലാസിലിട്ട് പരിശോധിച്ച് വിലയിരുത്തിക്കൊണ്ടാണോ ഇങ്ങനൊരു നിഗമനത്തിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുന്നത്? തീർച്ചയായും അങ്ങനെ ഒരു താരതമ്യ പഠനം തന്നെയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അദ്ദേഹം കവർ ഡ്രൈവുകളെ പറ്റി പറയുന്നു. സച്ചിൻ സ്ട്രെങ്ത് യൂസ് ചെയ്യുമ്പോൾ കോഹ്ലി അവിടെ സാങ്കേതിക തെളിവുകൾ യൂസ് ചെയ്യുന്നു. ഒപ്പം തന്നെ വന്ന ഈ ജനറേഷനിലെ കളിക്കാരിൽ പേസ് ബോളർമാരെ മിഡ് വിക്കറ്റിലേക്ക് ഫ്ലിക്ക് ചെയ്യുന്നതിൽ VVS ലക്ഷ്മണന് ശേഷം കണ്ട ഏറ്റവും മികച്ച കളിക്കാരനാണ്. അവിടെ സച്ചിൻ വളരെ പരാജയമായിരുന്നു എന്ന് തന്നെ കപിൽ ദേവ് എടുത്തു പറയുന്നു. മറ്റൊന്ന് സച്ചിനെ കുറിച്ച് പറയുന്നത് സ്ലോ ബോളർമാർക്ക് എതിരെ മാത്രം കൺസിസ്റ്റൻസി, അതായത് സ്ഥിരത പുലർത്തുന്ന ഒരു കളിക്കാരനായിരുന്നു സച്ചിൻ എന്നാണ് കപിൽ ദേവിൻ്റെ മറ്റൊരു വിലയിരുത്തൽ. ഒപ്പം തന്നെ ഈ ഒരു കാര്യത്തിൽ പേസ് ബോളർമാരാകട്ടെ അല്ലെങ്കിൽ സ്ലോ ബോളർമാരാകട്ടെ സ്പിൻ ബോളർമാരാകട്ടെ ഏറെ കറങ്ങി തിരിയുന്ന പിച്ചുകളിൽ വരെ കോഹ്ലി മികച്ച രീതിയിൽ പ്രകടനം ചെയ്യുന്നു. ഞാൻ അനന്തിലേക്ക് എത്താം. ഇപ്പോൾ സ്പോർട്സ് നിരീക്ഷകൻ ദേവദാസ് നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ ദേവദാസ്, വിരാട് കോഹ്ലി എന്ന കളിക്കാരൻ്റെ മികവ് സംബന്ധിച്ച് മാധ്യമങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഓരോ കളിയിലും ഒരുപക്ഷെ അദ്ദേഹം ചുരുങ്ങിയ കാലയളവിനുള്ളിൽ നേടിയ സെഞ്ചുറികൾ, സ്ഥിരതയായ പ്രകടനമൊക്കെ. ഇന്നിപ്പോൾ മുതിർന്ന ക്രിക്കറ്റർ കൂടിയ കപിൽ ദേവ് ഇങ്ങനെ ഒരു വിലയിരുത്തലിലേക്ക് പോകുമ്പോൾ താങ്കളെ പോലെയുള്ള ആളുകൾ പുറത്തുനിന്നും ക്രിക്കറ്റിനെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന വ്യക്തികളാണ്. രണ്ടുപേരുടെയും കാലഘട്ടത്തിലെ രണ്ടുപേരും നടത്തിയ പ്രകടനങ്ങൾ ഒരുപക്ഷെ ഗ്രൗണ്ടിലേക്ക് എത്തുമ്പോൾ പേസർമാരെ അടക്കം നേടുന്നതിൽ സ്പിന്നർമാരെയൊക്കെ തന്നെ നേരിടുന്നതിലെ ആ ഒരു പ്രതിഭ, ആ ശൈലി, ഇതൊക്കെ വിലയിരുത്തി കഴിഞ്ഞാൽ കപിൽ ദേവ് മുന്നോട്ട് വെച്ച വാദഗതികൾ എത്രത്തോളം ചർച്ച ചെയ്യാൻ അല്ലെങ്കിൽ ചർച്ചയ്ക്ക് വിധേയമാണ്? ഇത് കപിൽ ദേവ് എന്താ പറയുക, ഇതിന് അടുത്ത കാലത്ത് നിങ്ങളും നോക്കണം. 2 മാസം മുമ്പേ പറഞ്ഞ സച്ചിൻ തെണ്ടുൽക്കർ ചേസ് ചെയ്യുന്നതിൽ വളരെ പരാജയം ചെയ്യുന്നുണ്ട്. ഇത് റിട്ടയർ ചെയ്തിട്ട് അപ്പൊ കപിൽ ദേവിന് എന്തോ സച്ചിൻ തെണ്ടുൽക്കറെ ഡീഗ്രേഡ് ചെയ്തിട്ട് അതിന്റെ മുകളിലുള്ള ഏത് കമന്റും ഇവിടെ മീഡിയ ഏറ്റെടുക്കുന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനത്തെ കമ്പാരിസൺ. കോഹ്ലി ഈസ് ഇമ്പാക്ട് പ്ലെയർ, ഈ ജനറേഷനിലെ ഏറ്റവും നല്ല കളിക്കാരനാണ് വിതൗട്ട് ഡൗട്ട്, അതിന് കമ്പാരിസൺ ഒന്നും വേണ്ട. പക്ഷെ സച്ചിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഫിഗേഴ്സ് നോക്കേണ്ടി വരും. എന്താ പറയാ, ഈ 8 കൊല്ലം കളിച്ചത് കോഹ്ലി 240 വൺ ഡേ ഇന്റർനാഷണലാണ്. ഈ കാലഘട്ടത്തിൽ 8 കൊല്ലം സച്ചിൻ കളിച്ച വെറും 201. അതേസമയം 40 T20 കളിച്ചു കോഹ്ലി, ഒരു T20 ആണ് കളിച്ചത്. ഈ T20 വൺ ഡേയും വെച്ചിട്ടാണ് കപിൽ എക്കാലത്തെയും വലിയ പ്ലെയർ എന്ന് പറയുമ്പോൾ ടെസ്റ്റിൽ കഴിഞ്ഞ കൊല്ലം വരെ ഇംഗ്ലണ്ടില് ഈ സ്വിംഗ് ബോളേഴ്സിന്റെ എതിരെ ഔട്ട്സൈഡ് ഓഫ് സ്റ്റംപ് ചെയ്യുമ്പോഴും സ്ലിപ്പിൽ 2 ക്യാച്ചസ് പിടിച്ചിട്ട് വെറുതെ ഔട്ടാവുന്നതിന് കോഹ്ലി അതിന്റെ ആ ഡിഫക്റ്റ് റെക്ടിഫൈ ചെയ്ത് വന്നിട്ടേ ഉള്ളൂ. പിന്നെ ഒരു കമ്പാരിസണും കൂടി, ആരെയാണ് കോഹ്ലി വേൾഡ് ക്ലാസ് ഫാസ്റ്റ് ബോളറായിട്ട് ഇന്ന് ആരാ ഉള്ള? ഒരു ബാന് കഴിഞ്ഞ് വന്ന മുഹമ്മദ് അമീറും ഒരു സ്റ്റാർക്കും മിൽനെ എന്ന് പറഞ്ഞ ന്യൂസിലാൻഡ് ബൗളർ മാത്രം 150 മുകളിൽ ബോൾ ചെയ്യുന്നത്. സച്ചിന്റെ കാലഘട്ടത്തിൽ നോക്കാം, ആരെല്ലാം? ഇമ്രാൻ ഖാൻ, വാസിം അക്രം ടീമിൽ, മറ്റേ മേഴ്സ് യൂസ് ഓസ്ട്രേലിയ, ബ്രെഡ്ലി, മെക്ഗ്രാത്ത്, ജില്ലസ്പി ഒരു ഭാഗത്ത്, മറ്റേ ഭാഗത്ത് എല്ലാം വേൾഡ് ക്ലാസ് ഗഫ്, ഡൊമിനിക് കോർക്ക് വേൾഡ് ക്ലാസ് ഫാസ്റ്റ്, സൗത്ത് ആഫ്രിക്ക അലൻ ഡൊണാൾഡ്, മറ്റേ ക്രൂസ്നർ, എല്ലാം ഇന്നുള്ള വേൾഡ് ആംബ്രോസ്, വാൾഷ്, പാറ്റേഴ്സൺ, ഈ ലോകോത്തര ബോളേഴ്സിനെ ഫേസ് ചെയ്ത് ആളെ കമ്പയർ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പൊ മെസ്സിന വേൾഡ് ക്ലാസ് ക്ലബ് ഫുട്ബോളർ ബെസ്റ്റ് ആയിരിക്കും. പക്ഷെ മീഡിയയിൽ നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുന്നതുകൊണ്ട് താങ്കൾ പറഞ്ഞു വരുന്നതിന്റെ ആ രീതി എനിക്ക് മനസ്സിലാകുന്നുണ്ട്, പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നുണ്ട്. ശ്രീ, ഞാൻ താങ്കളിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ രംഗനാഥൻ ക്രിക്കറ്റ് പരിശീലകൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ രംഗനാഥൻ, ക്രിക്കറ്റിലെ ദൈവം, ഇന്ത്യൻ ക്രിക്കറ്റിന്റെ, ലോക ക്രിക്കറ്റിന്റെ ഒക്കെ തന്നെ മാറ്റിവെക്കാനാകാത്ത പ്രതിഭ സച്ചിൻ ടെണ്ടുൽക്കർ. ആ സച്ചിനെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ചർച്ചയ്ക്ക് വിധേയമാക്കുമ്പോൾ സച്ചിന് തുല്യം അല്ലെങ്കിൽ സച്ചിനോടൊപ്പം സച്ചിനേക്കാൾ കിടപിടിക്കുന്ന കേമൻ എന്ന തരത്തിലേക്ക് കോഹ്ലി അവിടേക്ക് വരുന്നു. അത് പറയുന്നത് മറ്റാരുമല്ല, മുൻ ഇന്ത്യയുടെ ക്രിക്കറ്റ് താരം, ഒരുപക്ഷെ ഏവരും വളരെ പ്രതിഭയെ കണക്കാക്കുന്ന കപിൽ ദേവ് തന്നെയാണ് ആ ഒരു വിലയിരുത്തലിലേക്ക് പോകുന്നത്. ഇവിടെ താങ്കൾ പോലെയുള്ള പരിശീലകന്റെ കണ്ണുകളിൽ നോക്കുമ്പോൾ ചില രണ്ടുപേരുടെയും ദൗർബല്യങ്ങൾ അറിയാം. രണ്ടുപേരും ഏതൊക്കെ രീതിയിൽ ഒരുപക്ഷെ മനോഹരമായ ശൈലിയിൽ ബാറ്റിംഗ് ശൈലി അടക്കം ഒരുപക്ഷെ വിലയിരുത്താൻ കഴിയും. ഈ രണ്ടുപേരെയും മാറി നിന്ന് നിരീക്ഷിക്കുമ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഇതൊരു ചർച്ചയ്ക്ക് വിധേയമാകേണ്ട ഒരു പ്രതികരണമാണോ അതോ ദേവദാസ് സൂചിപ്പിക്കുന്നത് പോലെ കപിൽ ദേവ് സച്ചിനെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി മാത്രം നടത്തുന്ന ഒരു
പ്രതികരണം മാത്രമാണോ? താങ്കൾ ഒരു പരിശീലകൻ എന്ന നിലയിൽ നോക്കിക്കാണുമ്പോൾ. അല്ല, സച്ചിനെ ഒരിക്കലും നമ്മൾ കുറഞ്ഞു കാണുന്നില്ല. പക്ഷെ ഇന്നത്തെ ഒരു സാഹചര്യം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കപിൽ ദേവ് പറയണമെങ്കിൽ എന്തെങ്കിലും അർത്ഥം വെച്ച് തന്നെയായിരിക്കും അദ്ദേഹം പറയുക. സച്ചിൻ കളിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ദേവദാസ് നേരത്തെ സൂചിപ്പിച്ച ലോകോത്തര ഫാസ്റ്റ് ബോളർമാരുണ്ടായിരുന്നു. പക്ഷെ അതില് എടുത്തു പറയേണ്ടത് രാഹുൽ ദ്രാവിഡ്, ലക്ഷ്മൺ ഈ രണ്ടുപേരുടെ സാന്നിധ്യവും സെവാഗിനെ പോലെയുള്ള ഒരു ഓപ്പണറും ഉള്ള ഒരു ഇന്ത്യൻ ടീമിന്റെ കാലഘട്ടം അത് നമുക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. പിന്നെ സച്ചിൻ അന്ന് കളിച്ചിരുന്നപ്പോൾ സച്ചിൻ ഒരിക്കലും ഒരു മാച്ച് വിന്നറായിട്ട് പല മത്സരങ്ങളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു ഇൻഡിവിജ്വൽ പെർഫോമൻസിന്റെ കാര്യത്തിൽ ഏറെ മികവ് കാണിച്ചുകൊണ്ടിരുന്ന ഒരു താരമാണ്. അതുകൊണ്ട് സച്ചിൻ ഒരു മോശപ്പെട്ട താരം എന്ന് ഒരിക്കലും പറയുന്നില്ല, അല്ലെങ്കിൽ കപിൽ ദേവ് പറഞ്ഞതിനോട് പൂർണ്ണമായിട്ടും കൂട്ടി യോജിക്കേണ്ട ഒരു വാർത്ത ഉള്ളത് കൊണ്ട് പറയുന്നു. ഇന്ന് വിരാട് കോഹ്ലി ബാറ്റ് ചെയ്യുന്നത് സിംഗിൾ ഹാൻഡഡ് ആയിട്ട് അദ്ദേഹത്തിന് വേറൊരു മികച്ച ബാറ്റ്സ്മാൻമാരുടെ പിന്തുണ ലഭിക്കാത്ത ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം സിംഗിൾ ഹാൻഡഡ് ആയിട്ട് ഇന്ത്യയെ വിജയത്തിലോട്ട് എത്തിക്കുന്നു. ഇത് രണ്ടും വേണം നമ്മൾ കമ്പയർ ചെയ്യാൻ. അപ്പൊ സച്ചിൻ ബാറ്റ് ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ സച്ചിനിലും മികച്ച ബാറ്റിംഗ് പ്രതിഭകൾ ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും VVS ലക്ഷ്മണിനെ പോലെയുള്ള താരങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരിക്കലും ഒരു മുൻ താരങ്ങളുടെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ലക്ഷ്മണനാണോ മാച്ച് വിന്നർ, സച്ചിനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് ലക്ഷ്മണിനെ പറ്റിയേ പറയുള്ളൂ. പക്ഷെ അതുകൊണ്ട് സച്ചിനെ നമ്മൾ കുറച്ച് കാണത്തില്ല. അത്തരം ഒരു കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ ഏറെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇപ്പോൾ ക്രിക്കറ്റിന്റെ രൂപം തന്നെ മാറിയിരിക്കുന്നു. ബാറ്റ്സ്മാന് കൂടുതൽ അനുകൂലമായ രീതിയിൽ പവർ പ്ലേകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഫീൽഡിംഗ് സെറ്റുകൾ മാത്രം ഒരു അകത്തേക്ക് ഉൾവലിക്കുക എന്നുള്ള ബാറ്റ്സ്മാന് അനുകൂലമായ രീതികൾ വരെ വന്ന ഒരു സാഹചര്യമാണിത്. അല്ലല്ല, അത് T20 വൺഡേക്ക് മാത്രമേ ആ ഒരു സാഹചര്യം വരുന്നുള്ളൂ. ടെസ്റ്റിൽ അങ്ങനെ ഒരു പവർ പ്ലേ എന്നുള്ള ഒരു കൺസെപ്റ്റ് വരുന്നില്ല. എങ്കിൽ തന്നെയും ആ ഒരു സിറ്റുവേഷൻ ഇപ്പൊ ഇന്ത്യയിൽ കളിക്കുന്ന പിച്ചസ് നമുക്കറിയാം എത്ര ദുർഘടമാണ്, എത്ര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഈ കഴിഞ്ഞ പാകിസ്ഥാനെതിരെയുള്ള വിരാട് കോഹ്ലിയുടെ ഒരു ഇന്നിങ്സ് തന്നെ മതി അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് പ്രതിഭ. ഈ ഒരു സിറ്റുവേഷനിൽ ഒരുപക്ഷെ സച്ചിൻ കളിക്കുകയാണെങ്കിൽ സച്ചിൻ ഒരു മാച്ച് വിന്നറായിട്ട് മാറുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചോദ്യചിഹ്നമായിട്ട് കപിൽ ദേവ് അത് പറയുമായിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അവിടെ രംഗനാഥൻ സ്പിന്നിനെ സച്ചിന് നേരിടുന്ന രീതിയും ഒപ്പം സ്പിന്നിനെയും പേസിനെയും ഫാസ്റ്റ് ബൗളർമാരെ ഒക്കെ തന്നെ നേരിടുമ്പോഴുള്ള സച്ചിനില്ലാത്ത ചില കഴിവുകൾ കോഹ്ലിയിലേക്ക് വരുന്നു. മാത്രമല്ല അനിവാര്യ ഘട്ടങ്ങളിൽ പലപ്പോഴും സച്ചിൻ നമ്മളെ നിരാശപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ സമകാലിക ക്രിക്കറ്റുമായി നോക്കുമ്പോൾ കോഹ്ലി അവിടെ അതിനൊരു അപവാദമായി മാറി സ്ഥിരതയായ ഒരു പ്രകടനം പലപ്പോഴും കാഴ്ചവെക്കുകയും ചെയ്യുന്നു. ഇതൊക്കെയാണ് ഒരു പ്ലസ് പോയിന്റായി രണ്ടുപേരെയും താരതമ്യം ചെയ്യുമ്പോൾ ചില ഘടകങ്ങളായി മുന്നോട്ട് വരുന്നത്. വളരെ ശരിയാണ്. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്, കപിൽ ദേവ് പറയുന്നെങ്കിൽ തീർച്ചയായിട്ടും കപിൽ ദേവാണ് ഇന്ത്യൻ ക്രിക്കറ്റിന് തന്നെ ഒരു മാറ്റം കൊണ്ടുവന്ന വ്യക്തി. അപ്പൊ കപിൽ ദേവ് പറയണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് എന്തെങ്കിലും കാരണമില്ലാതെ ഒരിക്കലും പറയില്ല. അതുകൊണ്ടാണ് ഒരു കമ്പാരിസൺ എന്നുള്ള രീതിയിൽ നമ്മൾ സച്ചിനെ ഒരിക്കലും കുറഞ്ഞു കാണിക്കരുത്, അല്ലെങ്കിൽ സച്ചിൻ മികച്ച താരം തന്നെയാണ്, യാതൊരു സംശയമില്ല. പക്ഷേ സച്ചിൻ കളിച്ച കാലഘട്ടത്തിൽ സവാഗ് ആയാലും ലക്ഷ്മൺ ആയാലും ദ്രാവിഡ് ഉള്ള ഒരു കാലഘട്ടമാണ്. സൗരവ് ഗാംഗുലി പോലെയുള്ള താരങ്ങൾ കളിച്ച കാലഘട്ടം. പക്ഷെ ഇന്നത്തെ ഒരു സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ അതുപോലെയുള്ള പ്രതിഭകൾ ഇല്ലാതെ തന്നെ ഇന്ത്യയെ വിജയത്തിലോട്ട് എത്തിക്കുന്നതിന്റെ മുഖ്യ പങ്ക് വിരാട് കോഹ്ലി സ്വന്തം ഉത്തരവാദിത്വത്തിൽ, പ്രത്യേകിച്ച് ക്യാപ്റ്റൻ ആയിരുന്നപ്പോഴും അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് മികവ്, ഇപ്പൊ ക്യാപ്റ്റൻ അല്ലെങ്കിൽ ധോണിയുടെ ക്യാപ്റ്റൻസിയിൽ അദ്ദേഹം കളിക്കുന്ന രീതി, എല്ലാ രീതിയിലും വളരെ കമാൻഡിംഗ് ആയിട്ട് അദ്ദേഹം ടീമിന് വേണ്ടി കളിക്കുന്നു. ഒരുപക്ഷെ ഇത് തുടക്കമായിരിക്കാം, ഇനിയും ഏറെ കാലഘട്ടങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഈ പറഞ്ഞത് ശരിയാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഒരുപക്ഷെ മാറിയാലും അത്ഭുതപ്പെടാനില്ല. യെസ്, ഞാൻ താങ്കളിലേക്ക് എത്താം. ശ്രീ ദേവദാസ്, അവിടെ രംഗനാഥൻ സൂചിപ്പിച്ചതുപോലെ സാഹചര്യങ്ങളാണ് ഒരു പക്ഷേ പ്രധാനമാകുന്നത്. അന്നത്തെയും ഇന്നത്തെയും സാഹചര്യങ്ങൾ തമ്മിലുള്ള താരതമ്യ പഠനത്തിലേക്ക് വരുമ്പോൾ ഒരു പക്ഷേ അല്പം മേൽക്കൈ ഇന്നത്തെ സിറ്റുവേഷനിൽ അവകാശപ്പെടാൻ കഴിയുന്നത് കോഹ്ലിക്കല്ലേ? രംഗനാഥൻ വീണ്ടും ആ ഫിക്സിംഗിൽ പോലെ ആടിന പട്ടിയേക്കുന്ന പോലെ പറഞ്ഞ പിന്നെ ഒന്നും രക്ഷയില്ല. എന്താ കാര്യം എന്ന് പറഞ്ഞാല് രംഗനാഥൻ അറിയാ റിയൽ ക്രിക്കറ്റ് ടെസ്റ്റ് ക്രിക്കറ്റ് അല്ലേ? രംഗനാഥനോട് ചോദിക്കൂ. ടെസ്റ്റ് ക്രിക്കറ്റ് ആണ്. ടെസ്റ്റ് ക്രിക്കറ്റിനെ പറ്റിയിട്ട് പറയുമ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ എപ്പോഴാണ് കോഹ്ലി ഞങ്ങളെ വിജയത്തിൽ എന്ന പുറത്ത് 5 സീരീസാണ് തുടർച്ചയായിട്ട് തോറ്റത് കോഹ്ലിയുള്ള ടീം, ധോണിയും കോഹ്ലിയുള്ള ടീം. എങ്ങനെയാണ് തോറ്റത്? ടെസ്റ്റിലൊന്നും ഗ്രേറ്റസ്റ്റിലേക്ക് പോണേ ഉള്ളൂ. ഞങ്ങളൊരു വേൾഡ് ഗ്രേറ്റസ്റ്റ് ഡൊണാൾഡ് ബ്രാഡ്മാൻ ആണോ തെണ്ടുൽക്കർ ആണോ എന്നുള്ള ചോദ്യങ്ങൾ, കമ്പാരിസൺസ്, വിവ് റിച്ചർഡ്സ് ആണോ എന്നുള്ള, തോമസ് ആണോ എന്നുള്ളത് കമ്പയർ ചെയ്യുമ്പോൾ അവിടെ എത്താത്ത ഒരാളെ കയറ്റി ഇരുത്തിയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നത് വൺ ഡേയും T20 കോമാളി ക്രിക്കറ്റാ, ജസ്റ്റ് ഇന്നോവേറ്റീവ് ക്രിക്കറ്റ് മാത്രമാണ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ കോഹ്ലി എപ്പോ ജയിച്ചെന്ന് രംഗനാഥനോട് ചോദിക്കൂ. ഫോറിനിൽ ഓസ്ട്രേലിയ തോറ്റു, സൗത്ത് ആഫ്രിക്ക തോറ്റു, ന്യൂസിലാൻഡിൽ തോറ്റു, ഇംഗ്ലണ്ടിൽ തോറ്റു, എന്നിട്ട് പറയുന്നത് ഗ്രേറ്റസ്റ്റ് ആണ്. അത് ഞങ്ങൾക്കിപ്പോ ഞാൻ കളി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇപ്പൊ തോന്നി ഇപ്പോഴത്തെ ഗ്രേറ്റസ്റ്റ് പറഞ്ഞാൽ മെഡിക്കോർ ബോളേഴ്സ് ഓപ്പൺ ഓൺ
ബോളർ. പിന്നെ ലൈവ് ഇൻ പിച്ചസ്, ഏത് മേക്സ് പിച്ചസ് ഫോർ ബാറ്റിംഗ്, അത് രംഗനാഥൻ അറിയാം. മറ്റേ പിച്ചൊന്നുമല്ല ഇപ്പം നമ്മൾ മൾട്ടി സ്പോർട്സിൽ ഉപയോഗിക്കുന്ന ഡ്രോപ്പ് ഇൻ പിച്ചസ്. അപ്പൊ ബാറ്റ് ചെയ്തിട്ട് 300-400 വരെ എത്തി. ഇനിയിപ്പോ T20 300 വരെ എത്തും. സെഞ്ചുറി അടിച്ചു, ഡബിൾ സെഞ്ചുറി ഇനി T20 വരുമെന്ന് പോലും പറയാൻ പറ്റില്ല. അങ്ങനത്തെ എടുത്ത ഒരു ബാറ്റിംഗ് വിക്കറ്റ്സും ബോളേഴ്സിനും ഒരു ഇതില്ല. അത് 2 ബൗൺസേഴ്സ്, ആ പേസ് ബോളേഴ്സ്, വിക്കറ്റ്സ് അൺസർട്ടൺ, ഷെയ്ൻ ബോളിനെ പോലത്തെ ലോകോത്തര സ്പിന്നേഴ്സ്, ഫാസ്റ്റ് ബോളേഴ്സ് ഒരു ഭാഗത്ത്, എല്ലാം കമ്പയർ ചെയ്യുമ്പോൾ ഇവന് കപിൽ ദേവിന്റെ അടുത്ത കാലത്ത്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു 2 മാസം മുമ്പേ പറഞ്ഞു ചേസ് ചെയ്യുന്നതിൽ തെണ്ടുൽക്കർ മോശം. വളരെ മറ്റേ കപിൽ ദേവ് വാസ് എ ക്രിക്കറ്റ് റെവല്യൂഷണറി, ജയിപ്പിച്ച 1980 സംബന്ധിച്ച്. പക്ഷെ അനാലിസിസ് വട്ടപൂജ, എന്താ പറയുക, കോച്ച് ആയിട്ടും വട്ടപൂജയായിരുന്നു. ഈ അനാലിസിസ് ശുദ്ധ വിട്ടുതര പറയുന്നത്. എന്താ പറയുക, ഇപ്പൊ മെസ്സിനെ നമുക്ക് പറഞ്ഞൂടെ ഗ്രേറ്റസ്റ്റ് മാരഡോണ വേൾഡ് കപ്പ് നേടിക്കൊടുത്താലേ മെസ്സിക്ക് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. മെസ്സിയും മാരഡോണയും തമ്മിൽ, അല്ലെ പെലെയും തമ്മിൽ. അല്ലെങ്കിലും മെസ്സി ക്രിസ്ത്യാനോ റൊണാൾഡോ നമുക്ക് ഗ്രേറ്റസ്റ്റ് ആയി തോന്നും ഇപ്പത്തെ അവരെ സ്കോറിംഗ് പാഠകത്തിൽ. പക്ഷെ ഈ തെണ്ടുൽക്കറെ കാലത്ത് ഇപ്പത്തെ പ്രതിഭ എന്ന് പറഞ്ഞാല് എന്നാ ഷാർജ കപ്പിൽ രംഗനാഥൻ ഒന്ന് സെമി ഫൈനലും ഫൈനലും 1998 ഷാർജ കപ്പിൽ കളിച്ച പോലത്തെ ഒരു കളി കോഹ്ലി ഇതുവരെ കളിച്ചോന്നൊന്ന് ചോദിക്കൂ രംഗനാഥനോട്. ഞാൻ താങ്കളിലേക്ക് ദേവദാസ് മടങ്ങിയെത്താം. അപ്പം രംഗനാഥനിലേക്ക് ഞാൻ എത്തുന്നുണ്ട്. ഇപ്പോൾ കമാൽ വരദൂർ ക്രിക്കറ്റ് നിരീക്ഷകൻ കൂടി ചേരുന്നുണ്ട്. കമാൽ വരദൂർ, അനുകൂലമായ അല്ലെങ്കിൽ പ്രതികൂലമായ പിച്ചുകളിൽ പോലും അവിടെ പോലും പേസർമാരെയും ഒപ്പം ഫാസ്റ്റ് ബോളർമാരെയും ഒക്കെ തന്നെ നേരിടുന്ന ഒരു ശൈലി പലപ്പോഴും അനിവാര്യ ഘടകമായി ജയപരാജയങ്ങളിൽ പോലും നിരാശപ്പെടുത്താതെ പല സമയങ്ങളിലും ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഒരു കൺസിസ്റ്റൻസി, സ്ഥിരതയായ ഒരു പ്രകടനം പലപ്പോഴും കോഹ്ലിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. ഈ പല ഘടകങ്ങളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് സച്ചിനെയും കൂടി വെച്ചുകൊണ്ടൊരു താരതമ്യ പഠനത്തിന് വിധേയമായിക്കൊണ്ട് കപിൽ ദേവ് കേമനായി കോഹ്ലിയെ കാണുന്നത്. താങ്കൾ ഒരു പക്ഷേ ക്രിക്കറ്റിലെ കഴിഞ്ഞ സച്ചിൻ്റെ കാലഘട്ടത്തെയും കോഹ്ലി ഇന്നിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമുണ്ട്. പല മത്സരങ്ങളും പരിശോധിച്ച് നോക്കുമ്പോൾ ഒരേ കാലയളവിൽ എത്ര നമ്പേഴ്സ് ഇവർ കളിച്ചു, ആ നമ്പറിൽ ഇവർ രണ്ടുപേരുടെയും പ്രകടനങ്ങൾ, ഇതൊക്കെ വിലയിരുത്തി കഴിഞ്ഞാൽ കപിൽ ദേവിന്റെ വാക്കുകളെ എങ്ങനെ നിരീക്ഷിക്കുന്നു? അതായത് കപിൽ ഏത് കോൺടെസ്റ്റിലാണ് അങ്ങനെ ഒരു പരാമർശം നടത്തിയത്? അതായത് ഇപ്പോഴും അവസാനമായിട്ട് പാകിസ്ഥാനെതിരെ നടന്ന T20 വേൾഡ് കപ്പിന്റെ പശ്ചാത്തലത്തിലാണോ അല്ലെങ്കിൽ ടോട്ടലാണോ എന്നറിയില്ല. എങ്കിൽ പോലും അത് ശരിക്കും സച്ചിനുമായിട്ട് അല്ലെങ്കിൽ ഒരു കമ്പാരിസണിലേക്ക്, സച്ചിൻ വലിയ ക്ലാസ്സുള്ള ബാറ്റ്സ്മാൻ, അല്ലെങ്കിൽ ഒരു നമ്മളൊക്കെ എത്രയോ വർഷമായിട്ട് 18-19 വർഷത്തോളമായിട്ട് കളി കാണുന്നു, നിരീക്ഷിക്കുന്നു, കളി റിപ്പോർട്ട് ചെയ്യുന്നു. ആ വ്യക്തി അതായത് ശരിക്കും ഒരു ക്രിക്കറ്റ് കോൺട്രിബ്യൂട്ടർ എന്നതിനേക്കാൾ ഉപരിയായിട്ട് അദ്ദേഹം നമ്മുടെ മനസ്സിലും അല്ലെങ്കിൽ യഥാർത്ഥത്തിലും ജീവിക്കുന്നത് വലിയൊരു പൊസിഷനിലാണ്. കോഹ്ലി എന്ന് പറയുമ്പോൾ കോഹ്ലി അപ്കമിംഗ് ആണ്, വരുന്നേ ഉള്ളൂ. നമുക്ക് 1-2 അല്ലെങ്കിൽ നല്ല ഇന്നിങ്സുകൾ നോക്കിയിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചില സെക്ഷൻസ്, ചില പെർഫോമൻസോ നോക്കിയിട്ട് അദ്ദേഹം സച്ചിനേക്കാൾ ഉയരത്തിലാണ് എന്ന് പറയാൻ സമയമായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ഇപ്പോഴും നമ്മൾ കോഹ്ലിയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ എത്ര ഇന്നിങ്സ്, കാരണം ക്രിട്ടിക്കലായിട്ട് എത്ര ഇന്നിങ്സ് അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി അല്ലെങ്കിൽ ഇത്തരം നിർണായക മുഹൂർത്തത്തിൽ, പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോഴത്തെ ഒരു T20 എന്നൊക്കെ പറയുമ്പോൾ T20 ഒരു ബൗളർക്കും സ്ഥാനമില്ല. അത് നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ സച്ചിനൊക്കെ കളിക്കുന്ന സമയത്താണെങ്കിൽ അദ്ദേഹത്തിന്റെ എതിർ ടീമിൽ നിറയെ ലോകോത്തര ബൗളർമാരാണ്. ആ ബൗളർമാർക്കെതിരെയാണ് അദ്ദേഹത്തിന്റെ പെർഫോമൻസ് എന്ന് നോക്കണം. ഇന്നത്തെ ഒരു ടീമിലേക്ക് ബൗളേഴ്സിന് തീരെ പ്രസക്തി ഇല്ലാത്ത, അതായത് പ്രത്യേകിച്ച് T20 പോലെ ഫോർമാറ്റിൽ, അത്തരം ഫോർമാറ്റിൽ ഇത്തരം കോഹ്ലിയെ പോലുള്ള, അല്ലെങ്കിൽ ഇപ്പം നമ്മളിപ്പം ഈ ലോകകപ്പ് മാത്രം ഉദാഹരണത്തിന് എത്രയോ ഇപ്പം റൂട്ടിനെ പോലെ, ജോ റൂട്ട് ഇംഗ്ലണ്ടിന്റെ കളിക്കാരൻ, കുറെ ഇന്നിങ്സുകൾ നമ്മൾ കണ്ടു, നല്ല ഇൻഡിവിജ്വൽ ഇന്നിങ്സുകളായിരുന്നു. പക്ഷേ ആ ഇൻഡിവിജ്വൽ ഇന്നിങ്സുകളുടെ പശ്ചാത്തലത്തിൽ സച്ചിനോളം ഉയരത്തിലാണ് അല്ലെങ്കിൽ അദ്ദേഹത്തെക്കാളുള്ള അതായത് ശ്രീ കമാൽ വരദൂർ, ചില മത്സരങ്ങൾ മാത്രം വിലയിരുത്തിക്കൊണ്ട് ഒരു പൂർണ്ണാർത്ഥത്തിലേക്ക് പോകരുത്. തീർച്ചയായിട്ടും അതിന് സമയമായിട്ടില്ല. എന്തായാലും നമ്മൾ സച്ചിൻ എന്ന കളിക്കാരൻ നമ്മൾ ശരിക്കും അദ്ദേഹത്തെ നമ്മൾ അളക്കുന്നത് ഓരോ ഇന്നിങ്സിന്റെ പേരിലല്ല, മറിച്ച് അദ്ദേഹം ഇത്രയും കാലത്തെ അദ്ദേഹത്തെ കോൺട്രിബ്യൂഷനും ആസ് എ പ്ലെയർ, ആസ് എ ടീംമാൻ, ആസ് എ ക്യാപ്റ്റൻ, ആസ് എ ക്രിക്കറ്റ് ഫാൻ, എല്ലാം നമ്മൾ നോക്കിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഒരു ലെങ്ത് നമ്മൾ അളക്കുന്നത്. അത്രത്തോളം അളക്കാനായിട്ടുള്ള സമയമായിട്ടില്ല എന്നാണ് എനിക്ക് പറയുന്നത്. ഞാൻ താങ്കളിലേക്ക് എത്താം. ശ്രീ രംഗനാഥൻ, അവിടെ അങ്ങനെ ഒരു പരാമർശം കമാൽ വരദൂർ നിരീക്ഷിക്കുന്നതിനോടുള്ള താങ്കളുടെ അഭിപ്രായം? കാരണം ചില മത്സരങ്ങൾ മാത്രം വെച്ചുകൊണ്ട് ഒരു വിലയിരുത്തലിലേക്ക് പോകരുത്. കാരണം പക്ഷേ അതേസമയം ഇനിയും കോഹ്ലിയെ സംബന്ധിച്ചോളം ഇനിയും അവസരങ്ങൾ വരികയും ചെയ്യുന്നുണ്ട്. ഈ രണ്ട് സാഹചര്യങ്ങളെയും കൂടി നമ്മൾ വിലയിരുത്തിയാൽ. അല്ല, ഒരു കാര്യത്തില് കമാലും ദേവദാസും പറഞ്ഞതില് വിരാട് കോഹ്ലിയുടെ ടെസ്റ്റിലും ഏകദിനത്തിലും T20യിലുമുള്ള ആവറേജസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും.
അതെ, ഒരിക്കലും സച്ചിൻ ടെണ്ടുൽക്കർ ഒരു മോശപ്പെട്ട കളിക്കാരെന്നോ ഒന്നും ആരും വിമർശിക്കുന്നില്ല. പക്ഷേ സച്ചിൻ കളിച്ച കാലഘട്ടത്തിൽ സച്ചിനിലും മികച്ച താരങ്ങൾ ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്, ഇന്ത്യയെ വിജയിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഒരിക്കലും വിസ്മരിക്കാൻ സാധിക്കില്ല. ഇപ്പൊ വിരാട് കോഹ്ലിയുടെ വിന്നിംഗ് പെർസെന്റേജ്, അതായത് ഒരു ടീമിനെ കളി വിജയിപ്പിക്കുന്നതിലുള്ള കോഹ്ലിയുടെ പങ്ക്, സച്ചിന്റെ പങ്ക് ഒന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. അന്ന് VVS ലക്ഷ്മണനും ദ്രാവിഡും അല്ലെങ്കിൽ സെവാഗും കളിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഇൻഡിവിജ്വൽ പെർഫോമൻസിന്റെ ബ്രില്യൻസിനാണ് സച്ചിൻ ഇത്രയധികം റൺസും ഇത്രയധികം സെഞ്ചുറി നേടിയെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. സച്ചിനെ ഒരിക്കലും നമ്മൾ കുറച്ച് കാണിക്കുന്നില്ല. എങ്കിൽ തന്നെയും ഇന്ന് ഒരു കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇന്ന് ഇൻഡിവിജ്വൽ ആയിട്ട് പെർഫോം ചെയ്ത് ഇന്ത്യയെ വിജയിപ്പിക്കുന്നു. അത് ഒരു മികച്ച പെർഫോമൻസ് തന്നെയാണ്. ഒരു രീതിയിലും നമുക്കത് കുറച്ച് കാണാൻ സാധിക്കില്ല. അത് ഇനിയുള്ള ടൈമുകൾ, കാരണം കോഹ്ലിയെ സംബന്ധിച്ചുള്ള ഇനിയും അവസരങ്ങൾ ഏറെയാണ്. അതൊക്കെ മുന്നോട്ടുള്ള പോക്കിൽ ഈ പറയുന്ന രീതിയിലുള്ള സച്ചിനോടൊപ്പം എത്താവുന്ന തരത്തിലുള്ള പ്രതിഭാശാലി തന്നെയാണ്, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് അല്ല. അത് തന്നെയാണ് ഇപ്പൊ സൂചിപ്പിക്കുന്നത്. കാരണം ഒരു യങ് ക്യാപ്റ്റൻ ഒരു ഇന്ത്യയെ നയിക്കുന്നു, അത് മാത്രമല്ല ഇന്ത്യക്ക് വേണ്ടി വിജയം കുറിക്കുന്നതിൽ മുഖ്യ പങ്ക്. ഇതൊക്കെയാണ് ഒരു പ്ലെയറിന്റെ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് സൂചിപ്പിക്കുന്നത്. ക്യാപ്റ്റനായിട്ടും പതറാതെ അദ്ദേഹം കളിച്ച ഇന്നിങ്സുകളൊക്കെ നമുക്ക് മുന്നിലുണ്ട്. അപ്പൊ അതൊന്നും നമുക്ക് വിമർശിക്കാൻ സാധിക്കില്ല. എങ്കിൽ തന്നെയും നമ്മൾ സച്ചിന്റെ പല ഇന്നിങ്സുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ ബ്രില്യൻസിലാണ് അദ്ദേഹം മുന്നോട്ട് പോയിരിക്കുന്നത്. ആ കാലഘട്ടത്തിൽ മികച്ച ഇന്നിങ്സ് കളിച്ച പല താരങ്ങളും ഇതിലും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്തത് നമ്മൾ വിമർശിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും സച്ചിനെ കുറച്ച് കാണുന്നില്ല. എങ്കിൽ തന്നെയും അതിലും അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിലും മികച്ച താരങ്ങൾ ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. യെസ്, തീർച്ചയായും. ശ്രീ ദേവദാസ്, അവിടെ ചില കാര്യങ്ങൾ പ്രസക്തമല്ല. കാരണം സച്ചിൻ ക്യാപ്റ്റനായിരുന്ന സമയങ്ങളിൽ ഒരുപക്ഷെ സച്ചിൻ നടത്തിയ പ്രകടനങ്ങൾ അദ്ദേഹം കൂടുതൽ സമ്മർദ്ദവാനായി കാണുന്നു. അതേസമയം കോഹ്ലി ഈ ചുരുങ്ങിയ കാലങ്ങളിലാണെങ്കിൽ കൂടിയും വളരെ ഒരു അംഗീകരിക്കപ്പെടുന്ന ഒരു പ്രകടനത്തിലേക്ക് വരുന്നു. മറ്റൊന്ന്, സ്പിന്നും ഒപ്പം ഫാസ്റ്റ് ബൗളർമാരെയായാലും പേസർമാരെയും ഒക്കെ തന്നെ കൈകാര്യം ചെയ്യുന്ന രീതി. മറ്റൊന്ന്, അനിവാര്യമായ ഘട്ടങ്ങളിൽ പോലും ആഗ്രഹിക്കുന്ന ഘട്ടങ്ങളിലൊക്കെ തന്നെ സ്ഥിരതയായ പ്രകടനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ഈ ചില താരതമ്യ പഠനങ്ങളിൽ ഇങ്ങനെ നിഴലിക്കുന്ന ചില പോസിറ്റീവ് ഘടകങ്ങളെ അത് നമ്മൾ അംഗീകരിച്ച് കാണേണ്ടതല്ലേ? പ്രജീഷ്, അതാ പറയുന്നത്. കോഹ്ലി ഇപ്പം ബെറ്റർ ക്യാപ്റ്റൻ എന്നുള്ള എല്ലാവരും ചർച്ച, അത് ഞാൻ സമ്മതിക്കുന്നു. സച്ചിനെക്കാട്ടും നല്ല ക്യാപ്റ്റനും പ്ലെയറും ആയിട്ട് പെർഫോം ചെയ്തത് കോഹ്ലി. സച്ചിൻ തെണ്ടുൽക്കർ ക്യാപ്റ്റൻസി മാറിയതാ. പക്ഷെ ഇവിടെ പറയുന്ന അതാ രംഗമെന്ന് സ്ട്രെസ് ചെയ്തത്, ടെസ്റ്റിൽ കോഹ്ലി ഒരിക്കലും ഇങ്ങനെയൊന്നും ഫോറിനൊന്നും വിജയിപ്പിച്ചില്ല. 5 തുടർച്ചയായ സീരീസ് നമ്മൾ തോറ്റു കഴിഞ്ഞ 2.5 കൊല്ലത്തിനുള്ളിൽ. അത് കോഹ്ലി ഉള്ള ടീമാണ് തോറ്റത്. അപ്പൊ കോഹ്ലിക്ക് ടെസ്റ്റിൽ ഒന്നും ചെയ്തില്ല. അപ്പൊ നമ്മൾ വേറെ അതുകൊണ്ട് ഞാൻ ആ കണക്ക് പറഞ്ഞത് 240 വൺ ഡേ മാച്ചസ് 8 കൊല്ലത്ത് കളിച്ചു. തെണ്ടുൽക്കർ 201 കളി. അപ്പൊ ഇല്ലാത്ത മാച്ചസ് ഇഷ്ടം പോലെയുണ്ട്. ബാറ്റിംഗ് പിച്ചസ് ഉണ്ട്. ബാറ്റ് തന്നെ മാറിയിരിക്കുന്നു. പവർ ബാറ്റ്സ് ആയി. എല്ലാം കൊണ്ടും അനുകൂലമായ സാഹചര്യത്തിൽ വന്നു. അതുകൊണ്ടാണ് രോഹിത് ശർമ്മ വൺ ഡേയിലെല്ലാം 264ഉം 260 എടുക്കുന്ന ഓപ്പണറും 2ഉം 3ഉം ബാറ്റ് ചെയ്യുന്നവർക്ക് അഡ്വാൻറ്റേജ് ആണ് വൺ ഡേയിലും T20. പക്ഷെ ടെസ്റ്റിൽ കോഹ്ലി എന്നും പ്രൂവ് ചെയ്തിട്ടില്ല അത്ര. അത് ഗ്രേറ്റ്നെസ്സിലേക്ക് വരിക അത് പിന്നെ ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ട് ഈ ചർച്ച പാടുള്ളൂ. അതൊരു ചർച്ചക്കായിട്ട് ഇപ്പൊ നമ്മളൊരു കളി കണ്ട് എക്സൈറ്റ്മെന്റിൽ ഇതാണ് ഇന്നിങ്സ് എന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കുന്നത് 49 ഷാർജ കപ്പിൽ സെമിയും ഫൈനലും കളിച്ച ഇന്ന് വരെ ഒരു ടൂർണമെന്റിൽ ഇങ്ങനെ അടിച്ച് ഓസ്ട്രേലിയനെ പരത്തിയിട്ട് ഗോ ചെയ്തു വോണ്. അങ്ങനെ കാസ്പറോവിച്ച്, ഗിലസ്പി, മറ്റേ മെഗ്രാസ് എല്ലാ ബോളേഴ്സ്. അപ്പം വേൾഡ് ക്ലാസ് ബോളേഴ്സ്, വേൾഡ് ക്ലാസ് സ്പിന്നേഴ്സ് എല്ലാവരും ഇത് ലിവിൽ പിച്ചസ്. ബാറ്റിംഗ് വിക്കറ്റ് 350 450 വരെ ചേസ് ചെയ്തിട്ട് എടുത്തു സൗത്ത് ആഫ്രിക്ക വൺ ഡേ 440. അപ്പോ ബാറ്റിംഗ് വിക്കറ്റ്. അപ്പോ ഈ അനുകൂലം ഞങ്ങൾ എക്സൈറ്റ്മെന്റിൽ കാണരുത്. അത് ഭാവി പറയണ്ടേ എന്ന് പറഞ്ഞാൽ 5 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. വെറുതെ ഒരു ചർച്ചക്കായിട്ടുള്ള ചർച്ച. കപിൽ ദേവിന്റെ അനാലിസിസ് ശുദ്ധ പോസ്റ്റാണ്. അത് കോഹ്ലി എന്ന് പറഞ്ഞാൽ ഇനി എങ്ങനെ ചെയ്യുന്ന ഓവർസീസ് വിക്കറ്റ്സിൽ ഞങ്ങളെ ടെസ്റ്റിൽ ജയിപ്പിച്ചാൽ മാത്രമേ ഈ ഒരു ഡിബേറ്റിന് തന്നെ പ്രസക്തിയുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾ ഈ വണ്ടി ഈ T20 എന്നെല്ലാം പറഞ്ഞാൽ ഇപ്പോ നാളെ മൺറോ എന്ന് പറഞ്ഞ ഒരുത്തൻ ഫാസ്റ്റ് സെഞ്ചുറി അടിച്ചത് ന്യൂസിലാൻഡ് ടീമിലുണ്ട്. കോറി ആൻഡേഴ്സൺ. അങ്ങനെ എപ്പോഴും എന്നാൽ ഷെവാഗായിട്ട് കമ്പയർ ചെയ്യേണ്ടത്. ഷെവാഗ് നമുക്ക് ടെസ്റ്റിൽ 2 ട്രിപ്പിൾ സെഞ്ചുറി അടിച്ചു. ഷെവാഗിനോട് കമ്പയർ ചെയ്യൂ. ടെസ്റ്റിൽ ജയിപ്പിച്ചോ? ഷെവാഗിന്റെ കോൺട്രിബ്യൂഷൻ പോലും ടെസ്റ്റിൽ കോഹ്ലി ചെയ്തു തന്നിട്ടില്ല. അതുകൊണ്ട് ഈ കമ്പാരിസൺ യാതൊരു പ്രസക്തിയില്ല. എന്താ പറയുക, ഗ്രേറ്റസ്റ്റ് ഓഫ് ഗ്രേറ്റസ്റ്റിനെയാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. വേറെ ആളെ കമ്പയർ ചെയ്യും. ഷെവാഗുമായിട്ട് കോഹ്ലി. വളരെ നന്ദി ശ്രീ ദേവദാസ്. ഒപ്പം കമാൽ വരദൂർ, രംഗരാജൻ.
രംഗനാഥൻ നമ്മോടൊപ്പം ചേർന്നു. രംഗനാഥൻ, വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കുചേർന്നതിന്. സച്ചിനേക്കാൾ കേവൻ വിരാട് കോഹ്ലി എന്നാണ് മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ കപിൽ ദേവിൻ്റെ അഭിപ്രായ പ്രകടനം വന്നിരിക്കുന്നത്. ഒരു പത്രമാധ്യമത്തിൽ എഴുതിയ പങ്ക്തിയിലൂടെയാണ് കപിൽ ദേവിൻ്റെ വിലയിരുത്തൽ. സാങ്കേതിക മികവിലും പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിലും ഇന്ന് ലോകത്തിലുള്ള ഏറ്റവും മികച്ച താരം കോഹ്ലിയാണെന്നും കപിൽ ദേവ് പറയുന്നു.